വന്നിട്ടുണ്ട് ജെയിംസ്. ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എന്തൊക്കെയുണ്ട്? ഇങ്ങനെ യൂണിക് ടോക്ക് 94-ലെ മാഷല്ല കുറേ ആൾക്കാർ വീഡിയോ മോഡിൽ കാണുന്നുണ്ട്. പൊതുവേ നമ്മൾ റിക്വസ്റ്റ് ചെയ്യലാണെങ്കിൽ പറ്റുന്ന ഒരാളെങ്കിലും വരിട്ടോ എന്നൊക്കെ. നമ്മൾ ഷെഹല മാം ഉണ്ട്, ഫസ്ലീൻ മാം ഉണ്ട്, സഫ മാം ഉണ്ട്, ദിയ ഉണ്ട്, ആഫിഫ മാം ഉണ്ട്, ജാസിം സാർ ഉണ്ട്, ഹയ ഉണ്ട്. എന്തായാലും സന്തോഷം. കുറച്ചു കാലത്തിന് ശേഷമാണ് ഇങ്ങനെ പെട്ടെന്ന് വീഡിയോ മോഡിൽ കാണുന്നത്. കുറേ പുതിയ പേരുകളും അറിയുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. എന്തായാലും എല്ലാവരും വിത്ത് ഓൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്. ഇത് കഴിഞ്ഞ 94 ശനിയാഴ്ചകളായി നടക്കുന്ന ഒരു ഫ്രീ സെഷനാണ്. ചെറിയ ഇൻട്രോയിൽ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ടോപ്പിക്കിൽ ഓരോ ആൾക്കാർ വന്നിട്ട് ക്ലാസ് എടുക്കുകയാണ് ചെയ്യാറുള്ളത്. ക്ലാസ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായി എവിടെയും കാണാത്ത ക്ലാസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവുക. എവിടെയും കിട്ടാത്ത പോയിന്റ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. നമ്മൾ അറിഞ്ഞതിന് കുറെ എന്താ പറയുക തിരിച്ചറിവിലേക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടില്ല എന്നുള്ള ഒരു സംഭവമാണ് പലപ്പോഴും നടക്കാറുള്ളത്. പുതിയ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയില്ലോ, അതൊന്നും കൂടെ ഓർമ്മപ്പെടുത്താറ് മോഡലാണ്. അതിന്റെ നിങ്ങൾ മുന്നിൽ വലിയ പ്രതീക്ഷ ഒന്നും കൊടുക്കല്ലിട്ടോ. ചെറിയ ഒന്നും ഇല്ലാത്തതാന്ന് പറഞ്ഞാൽ മതി. നമുക്ക് വരാം. ഇതിന്റെ മുന്നേ എന്റെ സൗണ്ട് അത്യാവശ്യം അടച്ചിട്ടുണ്ട്. ഒരു ജലദോഷം, ഒരു കല്യാണ പരിപാടി കഴിഞ്ഞതിന്റെ ഒരു എഫക്റ്റ് ആണ്. കുഴപ്പമില്ല. എന്തായാലും ഇത് ടോപ്പിക്ക് നോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഇതിന്റെ മുന്നേ ആ ടോപ്പിക്ക് ഹൃദയം മാറിട്ട് ജീവിതം മാറുന്നില്ലതായിരുന്നു. നമ്മൾ എപ്പോഴും പറയുന്നതാണ് യൂണിക് ടോക്കിലായാലും എല്ലായിടത്തും. നല്ല ഹൃദയമുള്ള മനുഷ്യരാവും. പടച്ചോനെ നമ്മളെ ഹൃദയത്തിലേക്കാണ് നോക്കുക, ചെയ്യുന്ന ആക്ഷൻസിലേക്കാവില്ല. നമ്മൾ സവാദ് ഖാന്റെ പോഡ്കാസ്റ്റിൽ പറയുന്ന സാധനം കൂടെ ആയിരുന്നു അത്. ഹൃദയത്തിലേക്ക് നോക്കുക എന്നുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടായത്. പടച്ചോൻ നമ്മൾ ശരീരത്തിലേക്ക് നോക്കുന്നു വരണമെങ്കിൽ അത് മോയ്സ്ചറൈസറും ക്രീമും ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ പൊട്ടിയടിച്ച് റെഡിയാക്കാമായിരുന്നു. പക്ഷേ ഹൃദയത്തിലേക്കാണ് നോക്കുക എന്നുള്ളത് കൊണ്ട് നമുക്കതിനെ കവറപ്പ് ചെയ്യാന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ അപ്പുറത്തുള്ള ഒരാള് എൻ്റെ അത്ര എഫേർട്ട് ഇടാണ്ട് ഇതിനേക്കാൾ വിജയം നേടുമ്പോൾ എനിക്ക് ഉള്ളിൽ നിന്നൊരു സാധനം വരുമല്ലോ. അതിനൊക്കെ ഇല്ലാണ്ടാക്കണം. നല്ല ഹൃദയമാണെങ്കിൽ, പഠിച്ചവന്റെ തൃപ്തി നേടണമെങ്കിലൊക്കെ ഇതൊക്കെ കുറച്ച് പാടുള്ള പരിപാടിയല്ലേ. ജസ്റ്റ് ഒരു എക്സാമ്പിളായി പറഞ്ഞാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനത്തെ ഹൃദയമുള്ളവരല്ലാന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ മനുഷ്യന്മാർക്ക് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടല്ലോ എന്നതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതാണ്. യൂണിക് ടോക്കിൽ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഒരു മൂന്ന് കാര്യങ്ങൾ പറയാറുണ്ട്. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് പറയുന്നത്. ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ് ഇവിടെ പറയുന്നതിൻ്റെ ആ ഒരു രസത്തിൽ കംപ്ലീറ്റ്ലി നമുക്ക് എടുക്കാൻ പറ്റുക. പറയുന്ന ലാംഗ്വേജസിൽ എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ പറയുന്നത് ഇത് പറയേണ്ട ഇവർക്ക് യോഗ്യത ഉണ്ടോ, അങ്ങനെ ജഡ്ജ്മെന്റിലല്ലാണ്ട് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാം. നല്ല കാര്യമാണ് പറയുന്നത്, നമുക്ക് കേട്ട് നോക്കാം. അതിന്ന് പറ്റുന്നത് നമ്മളെ ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ വേണ്ടി ശ്രമിക്കാം. ആ ഒരു മെന്റാലിറ്റിയിലേക്ക് ഇരിക്കുക എന്നതിൽ സിമ്പിളായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലേ. ഹൃദയം വൃത്തിയാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇന്നിപ്പോ ഒരു കല്യാണ പരിപാടി കഴിഞ്ഞുകൊണ്ട് ഒരു കുട്ടി ഡ്രസ്സ് ചെയ്ത് വന്ന സമയത്ത് ഞാൻ ആ വീട്ടിലായിരുന്നു. രാവിലെ വന്നത് അത് ഞാൻ തടി വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അവിടെ നിന്ന് ആരോ പറഞ്ഞതാണ് ഈ ഡ്രസ്സ് ഇട്ട സമയത്ത് ഈ തടി വെച്ചിട്ടുണ്ട് എന്ന്. നമ്മൾ ഈ ഹൃദയം നന്നാക്കുന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നിസ്കരിക്കണമെന്നോ ഓതണമെന്നോ അങ്ങനൊന്നും ഇല്ല. ഒരാളെ വിഷമിപ്പിക്കാതിരുന്ന് കഴിഞ്ഞാൽ മതി. ഈ തടി വെച്ച ആൾക്കാർക്ക് അറിയാൻ പറ്റും അവർ തടി വെച്ചിട്ടുണ്ട് എന്ന്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഓ നല്ല തടി വെച്ചിരിക്കുന്നില്ല, അല്ലെങ്കിൽ നല്ല ഭക്ഷണമൊക്കെ കഴിക്കണ്ടില്ല, ഷുഗർ കട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ, തടിയൊക്കെ പോട്ട്, തടിയൊക്കെ ഷുഗർ കട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. നമ്മൾ പോയി പറഞ്ഞു കൊടുക്കണ്ട, അവർക്ക് അറിയാം അത്. ചിലപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ടാവും. ഈ തടിച്ചിട്ടുള്ള ആൾക്കാർ പറയുന്നതാണ് എന്തോ ഒരു സാധനങ്ങളാണെന്നറിയോ, ആഗ്രഹം ഉണ്ടായിട്ടും തിന്നാൻ പറ്റാത്തതുകൊണ്ട് മാറ്റി വെച്ചിട്ടില്ലേന്ന്. ഇതൊരു ആർക്കും ആഗ്രഹത്തിന്റെ പുറത്ത് തടി കൂടി ബോഡി മോശമായിട്ടുള്ളൊന്നും ഉണ്ടാവില്ല. അവർക്ക് പറ്റാത്തോണ്ടിരിക്കും. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പോയിട്ട് കുത്തണം എന്നില്ല. ഒരു തിയറി പറയും, ഒരാൾക്ക് 10 സെക്കൻഡിൽ മാറ്റാൻ പറ്റാത്തൊരു സംഭവം നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് പറയരുത്. ഇപ്പൊ എന്റെ ഷോള് ബോറാക്കി എടുക്കുന്നതാണെങ്കിൽ നമുക്ക് പറയാം, മിസ്സിന് ആ ഷോള് ഒന്ന് ആയിട്ടുണ്ട്, അതൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്നും ഭംഗിയാവും. അല്ലാണ്ട് ഈ തടീന്റെ സംഭവം നമ്മൾ ആരെയും പോയി ഓർമ്മപ്പെടുത്തണ്ട. അതും ഹൃദയം വൃത്തിയാക്കുന്നതിന്റെ ഭാഗമാണ്. നമ്മൾ ഇപ്പൊ ചിലപ്പോ നല്ല രീതിക്ക് വല്യമാരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കുറച്ചൊക്കെ നമ്മളെ അവർക്കൊരു സന്തോഷത്തിനായിരിക്കും തടിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാണെന്നില്ല. ഞാൻ മെലിഞ്ഞിട്ടില്ല, ഇതുകൊണ്ട് എനിക്ക് തടി ഇല്ലാത്തതിനെ കുറിച്ചൊക്കെ കേൾക്കല്. അപ്പോൾ ഞാൻ പറയുന്നത്, അങ്ങനെ നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് അങ്ങനെ കമന്റ് പറയുന്നില്ല നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മളെ മുന്നിലേക്ക് ഒരാൾ ഡ്രസ്സ് ചെയ്ത് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ ഒപ്പീനിയൻ ചോദിക്കുന്ന സമയത്ത് അവർക്ക് 10 സെക്കൻഡ് കൊണ്ട് മാറ്റാൻ പറ്റാത്ത കാര്യം. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുന്നില്ല, പക്ഷെ ഇന്നൊരു ഇൻസിഡന്റ് വന്ന സമയത്ത് എനിക്ക് ഓർമ്മയായപ്പോൾ ജസ്റ്റ് പറഞ്ഞു. ആർക്കെങ്കിലൊക്കെ ഒന്ന് കണക്ട് ആയാലോ, ഒരാളെങ്കിലും എടുത്താലോ. നാളെ ഒരു ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കമന്റ് പറയുന്നത് ഒഴിവാക്കി ഒരാൾക്ക് സമാധാനം കൊടുക്കുന്ന കാര്യമാവില്ല ഇത്. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതാണ്. ഇന്ന് സെഷൻ എടുക്കുന്നത് ഹഫ്സൽ വാജിദ് സാറാണ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫൗണ്ടറാണ്. യൂണിക് ടോക്കസ് അധികം ലീഡ് ചെയ്തിട്ടുണ്ട്.
കുറെ പുതിയ പേരുകൾ എന്ന് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ കുറെ ആൾക്കാർ, 41 ആൾക്കാർ ഏകദേശം കാണുന്നുണ്ട്. എന്തായാലും നിങ്ങളൊക്കെ തിരക്ക് മാറ്റി വെച്ചിട്ട് ഇവിടുന്ന് എന്തോ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വരുന്നതല്ലേ. ആ ഒരു പ്രതീക്ഷ നിങ്ങൾക്കും നമുക്കും ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ട് ഏറ്റവും നല്ലൊരു സമയം നമുക്ക് രണ്ടുപേർക്കും കിട്ടട്ടെ എന്നുള്ളതാണ്. അടിപൊളിയായി എന്താ പറയുക, കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാൻ, കുറച്ചൊക്കെ നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു സെഷൻ യൂസ്ഫുൾ ആവട്ടെ എന്നും കൂടെ പറഞ്ഞിട്ട് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. വിത്ത് ഓൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ്. വെൽക്കം ഓഫ് സെൽസ്. താങ്ക് യു. താങ്ക് യു മിസ്ന, താങ്ക് യു സോ മച്ച്. ഏതായാലും നല്ലൊരു ഇൻട്രോ ആണ് കിട്ടിയത്. കാരണം അല്ല, ഞാൻ വിചാരിച്ചു ഇനി ഇന്ന് മിസ്സിനായിട്ട് ക്ലാസ് എടുത്ത് കിട്ടിയാൽ കഴിച്ചില്ലായി. ഞാൻ കുറെ പറഞ്ഞു നോക്കിയിരുന്നു, ഇന്ന് മിസ്സിന് എടുക്കുമോ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതാ. നല്ല രസമാണ് ഇങ്ങനെ കേട്ടിരിക്കാൻ മിസ്സിന്റെ ക്ലാസ്. മാഷാ അല്ലാ. നമ്മളെ നമ്മളെ സ്വന്തം ആളാണ്, അതുകൊണ്ട് പിന്നെ നമുക്ക് സന്തോഷമാണ്. അപ്പം നമ്മളെല്ലാ സെഷനിലും പറയുന്നത് പോലെ, ഇപ്പം മിസ്സിനെ പറഞ്ഞ പോലെ വിത്ത് ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾ പൊതുവെ സെഷൻ തുടങ്ങുന്ന സമയത്ത് ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടെ ഇങ്ങനെ ഒരു സെഷനിൽ ഇരിക്കാനുള്ളൊരു ആഫിയത്തും ആരോഗ്യവും എന്താണ് ജീവിതവും തന്നതിനും, ഇങ്ങനെ ഇങ്ങനെയുള്ളൊക്കെ സമയം മാറ്റി വെച്ച് എവിടെ ഇരിക്കുക, ക്യാമറ വെല്ലുന്ന എൻട്രി ആയി, സിനിമയെ വെല്ലുന്ന എൻട്രി ചെയ്യുന്നുണ്ട്. അതെ അതെ. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിനും നിങ്ങളെ സമയം, നിങ്ങളെ ഓരോരുത്തരും തിരക്കുള്ള ആൾക്കാരാണ്, ആ തിരക്ക് മാറ്റി വെച്ച് നിങ്ങളുടെ സെഷനിൽ വരാൻ കാണിച്ച മനസ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മളുടെ 94ാമത്തെ യൂണിക് ടോക്കിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് അറിയേണ്ടത്, നമ്മളിവിടെ 47 ആൾക്കാരെ കാണുന്നുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ അതായിട്ട് അറിയേണ്ട ഒന്ന്, ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളതെന്ന് താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്യാൻ പറ്റുമോ? ഇത് ഞങ്ങൾ പൊതുവെ എല്ലാ യൂണിക് ടോക്കിലും ചോദിക്കുന്ന കേട്ടോ. ഡിസ്ട്രിക്റ്റുകൾ ഇങ്ങനെ മാറ്റണ്ടോ, അല്ലെ പുറത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? അതെ, അഫീഫ മാം കണ്ണൂർ, സഫീന മാം ഇടുക്കി, അഫീഫ കണ്ണൂർ, അഫ്രീൻ എറണാകുളം, ദിയ മലപ്പുറം, ജാസിം പാലക്കാട്, അമീൻ മലപ്പുറം, ഷഹലാദ് എറണാകുളം, ഷെയ്ഖ് സറ കാലിക്കറ്റ്, ഹയ മലപ്പുറം, ലുബ്ന കണ്ണൂർ, ഫസ്ലിൻ കർണാടക മാംഗ്ലൂർ, ഷെമിന മലപ്പുറം, മലപ്പുറം നൗഫിറ മലപ്പുറം, ഫാത്തിമ ലക്ഷദ്വീപ്, സഫ തൃശൂർ, ഐഫോൺ കാലിക്കറ്റ്, ഹാരിസ് ടി മലപ്പുറം, തസ്നിയ തൃശൂർ, ഷംന ട്രിവാൻഡ്രം, നബി ഷാക്കി മലപ്പുറം, ആഫിയ കാസർഗോഡ്, ഷഹാന തൃശൂർ, സ്വാലിഹ കാസർഗോഡ്, ഫാത്തിമ റഷ മലപ്പുറം, മുഹസിന തിരുവനന്തപുരം, ഷഹനാസ് കണ്ണൂർ, ആയിഷ കോഴിക്കോട്, സന മലപ്പുറം, ഇർഫാന കാലിക്കറ്റ്, നൂഫിയ തൃശൂർ. മാഷാ അല്ലാ, സന്തോഷം. താങ്ക് യു സോ മച്ച്. എനിക്ക് ആകെ വയനാട്ടിൽ നിന്ന് അങ്ങനെ ആൾക്കാരില്ലാത്തതൊന്നുമില്ല, ബാക്കി എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും ആൾക്കാരുണ്ട് അൽഹംദുലില്ലാ. സെയ്ഹാൻ കാലിക്കറ്റ്. ഞാനിങ്ങനെ ആലോചിക്കുക, ഇത് ഈ ആദ്യത്തിലൊക്കെ സെഷൻ തുടങ്ങുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ കോഴിക്കോട് നിന്ന്, കുറച്ച് ആൾക്കാർ ഞാനറിയുന്ന കുറച്ചാളും മിസ്സിനറിയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളതിന്, പിന്നെ ഇങ്ങനെ ആൾക്കാർ, നസ്രീ മാം മലപ്പുറം, ഒരു വെറൈറ്റി ഓൾ കേരള ഉണ്ട് റഷീദ് ഭായി. സത്യമാണ്. ഒരുപാട് ഒരുപാട് സന്തോഷം. ഇങ്ങനെ വീണ്ടും വീണ്ടും ആളുകൾ ഇങ്ങനെ പല പല ഏരിയയിൽ നിന്നും നമ്മളിലേക്ക് എത്തുന്നുണ്ട്, നമ്മളെ ഈ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക്. അപ്പം ശരിക്കും ഈ കോമ്പൗണ്ട് എഫക്റ്റ് എന്നൊക്കെ പറയും പോലെ നമ്മൾ ഒന്ന് രണ്ട് ആൾക്കാരെ വെച്ച് ഇങ്ങനെ തുടങ്ങി മെല്ലെ 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 ഇമ്പ്രൂവ് ആയി വന്നതാണ്. അപ്പം അതിലൊക്കെ നമ്മളുടെ ഈ ടോപ്പിക്കിന് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. എന്താണ്, ഹൃദയം മാറട്ടെ ജീവിതം മാറും. സത്യം പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ മിസ്സിനെ പറഞ്ഞല്ലോ, ഈ ചില ആളുകൾ ചില ആളുകൾ കാണാൻ കുറച്ച് മെലിഞ്ഞിട്ടായിരിക്കും കാണാനുണ്ടാവുക, പക്ഷെ അവരുടെ ആത്മവിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു മല മറിച്ചിടുന്ന അത്ര ആത്മവിശ്വാസം, അത്രയും സ്ട്രോങ് ആയിരിക്കും ഉള്ളില്. ആന്തരികമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട് ഓരോ മനുഷ്യന്മാർക്കും. അവരുടെ ഉള്ളിലുള്ള യക്കീൻ എന്ന് പറയും, വിശ്വാസം, അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. പക്ഷെ ചില ആളുകൾ ബോഡിയൊക്കെ ഭയങ്കര ഫിറ്റ് ആയിരിക്കും, ഭയങ്കര നല്ല തണ്ടും തടിയുള്ള മനുഷ്യന്മാരായിരിക്കും, പക്ഷെ ഉള്ളിൽ അവരിങ്ങനെ തകർന്ന് കിടക്കായിരിക്കും. തകർന്ന് പോവാ മീൻസ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ അവര് മനസ്സിനെ പറ്റി പഠിക്കാത്തത് കൊണ്ടോ, അവരുടെ ഹൃദയത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അവര് ചിന്തിക്കുന്ന ചിന്തകളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊന്നും അറിയാതെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിച്ച് ചിന്തിച്ച് അവർക്ക് തന്നെ അവരെ കുറിച്ച് ഒരു എന്താ, ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇത് ഞാൻ ശരിക്കും ചിന്തകളൊക്കെ ഇന്ന് ഫുള്ള് സംസാരിക്കാൻ പോകുന്നത്
ചിന്തകളെക്കുറിച്ചും നമ്മൾ ഹൃദയത്തെ പറ്റിയും പഠിച്ചവനെ പറ്റിയും പഠിച്ചവന്റെ ആ ഒരു നമ്മളുടെ ഉള്ളിലുള്ള ഒരു നമ്മളുടെ ഉള്ളിലുള്ള ഒരു വെളിച്ചത്തെക്കുറിച്ചും അതൊക്കെ അങ്ങനത്തെ ഒക്കെ ഒരു ടോപ്പിക് ആട്ടോ ഒന്ന് സംസാരിക്കാൻ പോണത്. ഞാൻ ഈ വേറെന്തോ എക്സ്പെക്ട് ചെയ്തിട്ടൊക്കെ ആൾക്കാർ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ബോറടിക്കണ്ട വിചാരിച്ചിട്ട് വേറെന്തോ വർക്ക് ഉണ്ടെങ്കിൽ ചെയ്തോളി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇരുന്നാൽ മതി എന്നാണ് ഉദ്ദേശിച്ചേട്ടോ. ഏതായാലും ഇത് ശരിക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇതിങ്ങനെ കേട്ടിട്ടോ. ആളുകളുടെ ചിന്തകളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പം ഒരു നല്ലൊരു നല്ലൊരു ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യണേ. ഒരു നല്ല ഇരുട്ടുള്ള ഒരു റൂമിൽ ഇരിക്കുകയാണ്. അത്യാവശ്യം ഇരുട്ടുണ്ട്, ലൈറ്റ് ഒന്നും ഓണല്ല. നിങ്ങൾ ഇരിക്കുന്ന ഒരു ബെഡിന്റെ അടുത്താണ് ഇരിക്കുന്നത്. ബെഡിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഡോറിന്റെ അടിയിൽ കൂടെ ചെറിയൊരു വെളിച്ചം ഇങ്ങനെ വരുന്നുണ്ട്. ഡോറിന്റെ അടിയിൽ കൂടെ ചെറിയ വെളിച്ചം വരുന്നിടത്ത് നിങ്ങളൊരു വയറ് കാണുകയാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ നിങ്ങൾ ഒറ്റക്കാണ്. റൂമിന്റെ ആ ഡോറിന്റെ അടുത്തായിട്ട് ഒരു വയറല്ല, പക്ഷെ പാമ്പ് പോലാണ് ഫീൽ ചെയ്യുന്നത്. ശരിക്കും അവിടെ അന്ന് അങ്ങനെ ഒരു വയറില്ലായിരുന്നു, പക്ഷെ പാമ്പാണെന്ന് മനസ്സിലൊന്ന് കണ്ടു നോക്കി. പാമ്പിനെ പാമ്പാണല്ലോ പഠിച്ചോനത്. പെട്ടെന്ന് ഇങ്ങനെ എണീച്ച സമയത്താണ് പാമ്പാണ്. നിങ്ങൾക്കാണ് ഡോറിന്റെ അടുത്തേക്ക് പോകാനും പറ്റൂല. ജസ്റ്റ് എപ്പോഴെങ്കിലുമൊക്കെ ചില സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ പാമ്പായിട്ടെന്ന് മാത്രമല്ല, വേറെ എന്തെങ്കിലും ഇല്ലാത്തതാണെങ്കിൽ പോലും അതുണ്ട് എന്നുള്ളൊരു തോന്നല്, ഒരു ചിന്ത, ചെറിയൊരു ഒരു 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 വിശ്വാസം, അത് പാമ്പാണോ പഠിച്ചോണോ അങ്ങനത്തെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക്കലി നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിട്ടോ. അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാല് നമ്മൾ പോകാതെ അറ്റാക്ക് എന്നൊക്കെ പറയുന്നുണ്ട് താഴത്ത്. ചിലരൊക്കെ അറ്റാക്ക് വരും സ്വന്തമായിട്ട് റൂമിൽ പാമ്പിനൊക്കെ കണ്ടാല്. ശരിക്കുള്ള കാര്യം പറയുന്നത് കേട്ടോ. അറിയാതെ അറിയാതെ നമ്മളുടെ ശരീരം വേർക്കാൻ തുടങ്ങും അല്ലേ? കാരണം നമുക്ക് ഡോറ് തുറന്ന് പുറത്തേക്ക് പോകാനും പറ്റൂല, ഒച്ച ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, ശരീരം വേർക്കാൻ തുടങ്ങും. അതേപോലെ നമ്മളുടെ ശരീരത്തിന് ഇങ്ങനെ ഭയങ്കര വെയിറ്റ് ഫീൽ ചെയ്യും, നമ്മളുടെ ഹാർട്ട് ബീറ്റ് കൂടുകയൊക്കെ ചെയ്യും ഇല്ലേ? നമ്മൾ പോലും അറിയുന്നില്ല. പക്ഷെ എന്താ സംഭവിക്കുന്നത് ശരിക്ക്? അങ്ങനെ ശരിക്കും നമ്മളുടെ ലൈഫില് പാമ്പിനെ നമ്മളിട്ട് കണ്ടിട്ടുമില്ല, പാമ്പ് നമ്മളൊന്നും ചെയ്തിട്ടുമില്ല, പാമ്പ് ഉണ്ടോ എന്നുള്ള ഫീലിംഗ് മാത്രമാണ് വന്നത്. ഒരു ചിന്ത വന്നപ്പോഴേക്ക്, ഞാൻ ചിന്തന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കേട്ടോ. ജസ്റ്റ് ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിച്ചിട്ട് നമ്മളുടെ ശരീരത്തെ മുഴുവൻ മാറ്റാനുള്ള കഴിവ് മനുഷ്യന്മാർക്കുണ്ട്. ഒറ്റ ചിന്ത മതി. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് ഉണ്ടാവും. ഇപ്പം ഭാര്യ ഭർത്താക്കന്മാര് കുറച്ച് വിട്ടു നിൽക്കുന്ന, ഇപ്പം ഗൾഫിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും ചില ഭർത്താക്കന്മാർ അല്ലെ ചില ഭാര്യമാർക്കും ഭർത്താവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഒരു പ്രാവശ്യം വിളിച്ച്, രണ്ട് പ്രാവശ്യം വിളിച്ച്, മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോഴും ബിസി, തിരിച്ചു വിളിക്കുന്നില്ല. സാധാരണ നിങ്ങളെ വിളിക്കുന്ന ടൈമാണ് വിചാരിക്കുക. അപ്പോഴത്തിന് ചിന്തട്ട് പോവും, ഇതാരാ പഠിച്ചോനെ എന്നെക്കാട്ടും ഇമ്പോർട്ടൻസ് ഉള്ള ഒരാള്. ഇപ്പൊ ഭർത്താക്കന്മാരെ കാര്യമാണെങ്കിലും പിന്നെ ചോദിക്കുക എന്താ അറിയോ, ആരെയും വിളിച്ചത്, എന്തിനാ വിളിച്ചത്? എന്താ പറയാ, അപ്പോഴത്തിന് കുറച്ചു നേരം കിട്ടാതാവുമ്പോഴേക്ക് ചിന്തിച്ചിട്ട് ഇനി ഓൾക്ക് വേറെ ആരുമായിട്ട് എന്തോ ബന്ധമുണ്ടോ, ഞാനല്ലാണ്ട് ഇപ്പം ഞാൻ അടുത്തില്ലാണ്ട് വേറെ ആരോ അഫെയറോ കാര്യങ്ങളോ ഉണ്ടോ, അറിയാതെ ചിന്ത അങ്ങനെ 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 കൊണ്ടുപോയിട്ട് അവർക്ക് വേറെ കല്യാണം കഴിച്ചിരിക്കുന്നു, അവർക്ക് വേറെ മക്കളുണ്ട് എന്ന് വരെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചിന്തിച്ച് പരിവായിട്ടുണ്ടാവും. സൈഡ് അറ്റാക്ക്, ഇപ്പം തളർന്നു പോയിട്ടുണ്ടാവും, മാനസികമായിട്ട് തളരും. ഇത് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മൈൻഡിൽ കൊണ്ടുവന്നാൽ. ഇതേപോലെ തന്നെ മനുഷ്യന്മാർക്ക് നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഇപ്പം ഇല്ലാത്ത കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചിട്ട് മനസ്സിൽ അതിൻ്റെ എല്ലാ ഫീലിങ്ങും അതിൻ്റെ എഫക്റ്റുകൾ നമ്മളുടെ ശരീരത്തിൽ കൊണ്ടുവരുത്താൻ പറ്റുന്ന പോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഹൃദയത്തിൽ, നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ വിശ്വാസത്തിൽ നമ്മൾ ഏതെങ്കിലും ഞാനൊരു നല്ല പബ്ലിക് സ്പീക്കറാണ്. ഇപ്പം ചില ആൾക്കാർക്ക് ഇപ്പം പബ്ലിക് സ്പീക്കർ ആവാൻ ആഗ്രഹമൊക്കെ ഉണ്ടാവും, പക്ഷെ ഉള്ളിൽ പേടിയായിരിക്കും. ഞാൻ പോയി സംസാരിച്ചാലിപ്പോ എന്നെ പോലും കളിയാക്കും, എന്താ തെറ്റിപ്പോയാലോ, ബബ്ബ അടിച്ചു പോയാലോ സ്റ്റാർട്ടിങ്ങിലൊക്കെ.
എന്താ സംഭവിക്കുക? ആ പേടി കൊണ്ട് ചിലപ്പം ആളുകൾ ഒരു ആക്ഷൻ എടുക്കാൻ മടിയുള്ള ആൾക്ക്. പക്ഷെ ഈ ആളിപ്പോ 100% വിശ്വസിക്കുക. ആ പാമ്പിനെ കണ്ട സമയത്തുള്ള ആ പേടി വന്നില്ലേ, ഇതേപോലെ ഒരു സ്റ്റേജിൽ കയറിയാൽ എനിക്ക് എന്റെ കൂടെ പടച്ചവനല്ലേ, ഞാൻ എന്തൊരു പേടിയാ. ആ 100% വിശ്വാസത്തോട് കൂടിയിട്ട് ഒരാളങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ മിറാക്കിൾസ് സംഭവിക്കും. ഈ നമ്മൾ പറഞ്ഞ ഈ പേടി പോലെ തന്നെ ഒരു ഒരു സ്ട്രെങ്ത്, ഒരു വിശ്വാസം, ഒരു കോൺഫിഡൻസ് ഇങ്ങോട്ട് ഉള്ളിൽ കിട്ടും. പിന്നെ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കര ആ എല്ലാവർക്കും ഒരേപോലെ കണക്ട് ആയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള കണക്ട് ആവുന്ന രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ രീതിയൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങും. കാരണം നമ്മളുടെ വിശ്വാസം എത്രത്തോളമാണോ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ആക്ഷൻസ് ഉണ്ടാവുക. ഇതേപോലെ തന്നെയാണ് ചിന്തകളുടെ കാര്യം. ഏർ ഇപ്പം ഖുറാനിൽ തന്നെ 13-ാമത്തെ സൂറത്തില്, റഅദ് എന്ന് പറഞ്ഞ സൂറത്തിൽ, ഞാൻ ജസ്റ്റ് അതൊന്ന് കറക്റ്റ് നോട്ട് ചെയ്ത് കഴിച്ചു. 13-ാമത്തെ സൂറത്തില് 11-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നത് വരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. ദാറ്റ് മീൻസ് നമ്മളുടെ ഹൃദയത്തിലും നമ്മളുടെ മനസ്സിലുള്ള ചിന്തകൾ മാറ്റാത്തോടത്തോളം കാലം പടച്ചവൻ നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുകയില്ല എന്നുള്ളത്. ദാറ്റ് മീൻസ് നമ്മൾ പടച്ചവനെ നോക്കി കാണുന്ന, നമ്മളുടെ സൃഷ്ടാവിനെ നോക്കി കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ മാറ്റം വരുത്താത്തോടത്തോളം കാലം, അല്ലെങ്കിൽ നമ്മളെ പറ്റി വിചാരിക്കുന്ന, നമ്മളെക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ല, നമ്മളെല്ലാ സമയത്തും ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ അട്രാക്ട് ചെയ്യുക. അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. നമ്മുടെ ബിഷപ്പ് സാർ, നമ്മുടെ യൂണീക്ക് എക്സിലേക്ക് നമ്മൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ബിഷപ്പ് സാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഒരാളെ കുറിച്ച്, നമ്മളുടെ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ, നമ്മുടെ ഭർത്താവിനെ കുറിച്ച് നമ്മൾ ഭയങ്കര ദേഷ്യം പിടിക്കുന്ന ഒരാളാണ് എൻ്റെ ഭർത്താവ് എന്ന് നമ്മളുടെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ, അവര് എപ്പോഴെങ്കിലും ഒക്കെ, ഭാര്യയുടെ കാര്യം കേട്ടോ, ഞാൻ രണ്ട് കേസാണ് പറയുന്നത്, ഒരു സ്റ്റെക്കല്ലല്ലോ, രണ്ട് കേസുമാണ് പറയുന്നത്. നമ്മള് അവരെക്കുറിച്ച് എന്ത് വിശ്വാസമാണോ മനസ്സിൽ വെച്ചത് അത് മാത്രമേ നമ്മൾ നോട്ടീസ് ചെയ്യുള്ളൂ. ഇപ്പൊ ചില സമയത്ത്, ഹലോ, ഓക്കെ, ആരൊന്ന് മ്യൂട്ടായി പോയതാ. അപ്പോ നമ്മളുടെ മനസ്സിൽ അവര് സ്ഥിരമായിട്ട് ദേഷ്യം പിടിക്കുന്ന ഒരാളാണെന്നുള്ള വിശ്വാസമാണെങ്കിൽ അവർ എപ്പോഴെങ്കിലും ഒക്കെ നല്ലതും പറയുന്നുണ്ടാവും, നല്ല സന്തോഷത്തിൽ സംസാരിക്കുന്നതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആകെ നോട്ടീസ് ചെയ്യുക, ഇപ്പം ഭാര്യ ഭർത്തൃ ബന്ധം മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, നമ്മളുടെ ചിലപ്പം പാരൻസ് ആയിരിക്കും, ഫാദർ എന്ന് പറയുന്നത് ചില ആളുകൾക്ക് അത്യാവശ്യം ദേഷ്യം പിടിക്കുന്ന ഫാദർ ആയിരിക്കും. അപ്പോൾ ദേഷ്യം പിടിക്കുന്നത് മാത്രമേ നമ്മളുടെ മനസ്സിൽ എന്തുണ്ടാവുള്ളൂ, നമ്മൾ കാണുന്നുണ്ടാവും. ഇതേപോലെ തന്നെ ഒരു ഒരു സൂഫി വര്യന്റെ അടുത്തേക്ക് ഒരാൾ ചെല്ലുകയാണ്, ഒരാൾ കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് ആളിങ്ങനെ പറയാണ്, എനിക്കിങ്ങനെ ആത്മീയപരമായിട്ടുള്ള ഒരു യാത്ര ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ശരീരമാസകലം വേദനയും കയ്യും കാലും ഒക്കെ നടക്കാനൊന്നും പറ്റുന്നില്ല. ചെറിയ സമയമാകുമ്പോഴേക്ക് തന്നെ ഏഹ് വേദന വരികയാണ്, കാലുകൾക്കൊക്കെ ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ എന്താ ഞാൻ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ കുറച്ചു നേരം ആ സൂഫി വര്യൻ ഇങ്ങനെ ആ പറഞ്ഞു വന്ന ആളുടെ മുഖത്തേക്ക്, ആ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കുറച്ചു നേരം. കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി. ഞാൻ ആ കഥ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഇന്നലെ ചെയ്ത ആ ഒരു എക്സസൈസ് എല്ലാവരെ കൊണ്ടൊന്ന് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും എന്ത് ചെയ്യാന്നറിയോ, നമ്മൾ ഈ നെഗറ്റീവ് ചിന്തകളൊക്കെ ശൈലമാമിന് കാര്യം കത്തി. അപ്പോ എല്ലാവരും എന്ത് ചെയ്യാന്നറിയോ, നമ്മളുടെ ഹൃദയ ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും ഒന്ന് നല്ലൊരു ചിരി ചിരിക്കുക. ഇപ്പം കഴിയുന്നിടത്തോളം എല്ലാവരും ഒന്ന് വീഡിയോ മോഡിൽ വരിക. എന്നിട്ട് ഹൃദയത്തെ കണക്ട് ചെയ്തിട്ട് നല്ലൊരു ചിരി ചിരിക്കുക. നമ്മൾ നെഗറ്റീവ് ചിന്തകളെ കുറിച്ചും പോസിറ്റീവ് ചിന്തകളെ കുറിച്ചൊക്കെ ആണല്ലോ പറയുന്നത്. ഇന്നിവിടെ 70ഓളം ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലേ, മാഷാ അല്ലാ, സന്തോഷം. എന്നോട് സ്റ്റാറ്റസ് ഇടാൻ മറന്നു പോയി കിട്ടുന്നാല് ആയിക്കോട്ടെ. അപ്പോൾ
നല്ലൊരു ചിരി ചിരിച്ച് ഇങ്ങനെ ഹൃദയത്തിൽ നിന്നുള്ള നല്ല വൃത്തിയുള്ള ചിരി ചിരിക്കണ്ടോ, വെറുതെ ഇങ്ങനെ ചിരിക്കാന്ന് പറഞ്ഞോട് ചിരി, ആ ചിരിയല്ല, നല്ല വൃത്തിക്കുള്ള ഒരു ചിരി ഇങ്ങനെ ചിരിക്കുക. അങ്ങനെ ആ ചിരിച്ച് നിൽക്കുന്ന ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യാന്നറിയോ, നിങ്ങള് ജസ്റ്റ് നിങ്ങളെ മൈൻഡിലുള്ള നല്ല ചിരി അയക്കണേ, വെറുതെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ഇതെന്താ സംഭവം എന്നറിയാം, നമുക്ക് ഇന്നലെ ആ ഗ്രോത്ത് എക്സിൽ സംഭവം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ യൂണിക് ടോക്കിൽ കുറെ പുതിയ ആൾക്കാരും വരാറുണ്ട്, അവർക്ക് ശരിക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടെ ആയതുകൊണ്ട് അപ്പൊ പെട്ടെന്ന് ഞാനത് പറഞ്ഞത്. എന്താ സംഭവിച്ചാല്, നല്ല ചിരി ചിരിച്ചോണ്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നെഗറ്റീവ് ചിന്ത മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷമുള്ള ഒരു എന്തെങ്കിലും ഒരു സാഹചര്യം, വിഷമുള്ള ഒരു സാഹചര്യം ആ സമയത്ത് മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നല്ല ചിരിയിൽ ഇങ്ങനെ നമ്മള് ആ ആ ഒരു ജോയ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചിരിച്ചോണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്ത മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഞാനത് പറയാൻ കാരണം, ഇന്നലാണ് ശരിക്കും എക്സസൈസിനെ കുറിച്ച് പഠിച്ചത് കേട്ടോ. ആ കാരണം നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ ചുണ്ടുകൾ ഇങ്ങനെ വൈഡാവുന്നത് മാത്രമല്ല, അതേ സമയത്ത് നമ്മളുടെ തലച്ചോറില്, നമ്മളുടെ ബ്രെയിനിൽ നമ്മുടെ ഹോർമോൺസ് ഉണ്ടല്ലോ, ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യപ്പെടുകയും നമ്മളുടെ മനസ്സും നമ്മളുടെ ബ്രെയിനും നമ്മളുടെ ശരീരവും ഒക്കെ ഒരു ഹാപ്പി സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് അറിയാതെ ആ ചിരിയിലൂടെ കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഹാപ്പി സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്നൊരു നെഗറ്റീവ് മോഡിലേക്ക്, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എനിക്ക് നെഗറ്റീവ് മോഡിൽ ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ കഴിയുന്നിടത്തോളം അധിക സമയം ഇങ്ങനെ ചിരിച്ചിരിക്കാൻ ശ്രമിക്കുന്നത്, എന്നാൽ പിന്നെ നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അതൊക്കെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ പോയിക്കോളും. അതിലേക്ക് ചിന്ത പോവാതിരിക്കുക എന്നുള്ളതാണല്ലോ. അതെ അതെ, മനസ്സറിഞ്ഞ് ചിരിച്ചാല് നെഗറ്റീവ് വരില്ല, സത്യമാണ്. അല്ല സാർ, ഓഡിബിൾ ആണ്, ഓക്കെ. അപ്പോ ഞാനിത് പറഞ്ഞിരുന്ന നേരത്തെ ആ കഥ പറഞ്ഞതെന്ന് വെച്ചാല്, ആളോട് ഇങ്ങനെ ആ സൂഫി വര്യൻ, ഞാൻ പെട്ടെന്ന് അത് ഓർമ്മയായപ്പോ ആ സമയത്ത് അതിലേക്ക് പോയതാണ്. അപ്പൊ സൂഫി വര്യനെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും അസുഖം ഇപ്പം ചിലപ്പം ഇവിടെ തന്നെ ആൾക്കാർക്ക്, പല ആളുകളും പല രീതിയിലുള്ള അസുഖങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ആ അസുഖങ്ങളുള്ള സമയത്തും അസുഖങ്ങളുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്ത്. പക്ഷേ സ്ഥിരമായിട്ട് ഞാന് എൻ്റെ അസുഖം കാരണം ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. താങ്ക് യു അൽഹംദുലില്ല. ദിയ ഫാത്തിമ പറയും, ഇന്നലെ നിങ്ങൾക്ക് വർക്കായില്ലായിരുന്നു, ഇന്ന് വർക്കായോ? സന്തോഷം, അൽഹംദുലില്ല. പിന്നെ അപ്പൊ ആ സൂഫി വര്യൻ പറയുന്നുണ്ട്, അസുഖം വന്നതൊക്കെ ഓക്കെ, അസുഖം അതൊരു റിയാലിറ്റിയാണ്, അസുഖമുണ്ട്. പക്ഷേ സ്ഥിരമായിട്ട് ആ അസുഖത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് എനിക്ക് അതിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റില്ല, എനിക്ക് അതിൽ നിന്ന് എല്ലാ സമയത്തും എനിക്ക് ആ വേദന ഉണ്ടാവും. ആ രീതിയിൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെക്കുറിച്ചും നമ്മളുടെ ശരീരത്തെക്കുറിച്ചും ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടേ ഇരുന്നാല് ആ ഭയം കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ആ അസുഖത്തിൽ നിന്ന് റീക്കവർ ആയി വരാൻ പറ്റൂല. കാരണം അസുഖം, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ആ പാമ്പിനെ കാണാതെ കണ്ട ഒരു ഫീല് കാരണം നമ്മളെ ഹാർട്ട് ബീറ്റും അതിന് പറയുന്ന പേരാണ് ഹൈപ്പോകോൺട്രിയ എന്ന് പറയും. ഹൈപ്പോകോൺട്രിയ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത അസുഖത്തെയും, ഇപ്പം നമ്മൾ അതിന്റെ എക്സാമ്പിൾ ആണ് ശരിക്ക് നമ്മളെ കൊറോണ സമയത്തൊക്കെ എല്ലാവർക്കും നേരിട്ട് കൊറോണ വന്നതല്ല. ആ കൊറോണ വരുമോ എന്ന് എല്ലായിടത്തും എവിടെ നോക്കിയാലും, ന്യൂസിൽ നോക്കിയാലും സ്റ്റാറ്റസിൽ നോക്കിയാലും ഇത്ര ആൾക്ക് കൊറോണ, ആ പഞ്ചായത്തിൽ ഇത്ര ആൾക്ക് കൊറോണ, ഈ ഡിസ്ട്രിക്റ്റിൽ ഇത്ര, ഇതിങ്ങനെ സ്ഥിരമായിട്ട് കണ്ട് പഠിച്ചോണം, എനിക്കെപ്പോഴാ അത് കണ്ട് അറിയാതെ ചെറിയ പനിയൊക്കെ വന്നതാണെങ്കിൽ പോലും നമുക്കത് അറിയാതെ കൊറോണ ആയി മാറും. കാരണം നമ്മളുടെ ഉള്ളിൽ അങ്ങനെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട്. ഇല്ലാത്ത സാധനങ്ങൾ പോലും, അസുഖങ്ങൾ, ഈ നെഗറ്റീവ് ആയിട്ടുള്ള ടോക്സിൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് പോലും നമ്മളുടെ ശരീരത്തിനുണ്ട്. അത് ശരിക്കും ഇവിടെ ഡോക്ടർമാരോ സയൻസ് ഒക്കെ പഠിക്കുന്ന ആൾക്കാരുടെ അറിയണ്ടാവും. അപ്പൊ ഇതേപോലെ നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് അസുഖം മാറൂല എന്നുള്ള രീതിയിൽ സ്ഥിരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാല് ആ അസുഖം മാറൂല. അതിന് പകരം എൻ്റെ ഈ അസുഖം തന്ന പടച്ചവന്, ഇപ്പം നമ്മൾ പറയല്ലേ, ഈ ഡോക്ടർമാർക്ക് മരുന്ന് തരാനേ പറ്റുള്ളൂ, പക്ഷേ
അത് ഹീൽ ചെയ്യുന്നത് പടച്ചവനാണെന്ന് പറയാറില്ലേ? ദൈവത്തിന് മാത്രമേ അസുഖം ഹീൽ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ഡോക്ടർമാർക്ക് പറ്റൂല. ഡോക്ടർമാർക്ക് മരുന്ന് തരാനൊക്കെ പറ്റും. ശരീരത്തെ ശരീരത്തെ ചിലപ്പം കുറച്ചും കൂടെ ബെറ്റർ ആക്കി മാറ്റാൻ ആ മരുന്ന് സഹായിച്ചേക്കാം. പക്ഷെ ആത്മാവിനെയും അതിലുള്ള വിശ്വാസത്തെയും ആ അസുഖം മാറി എന്നുള്ള ഒരു കോൺഫിഡൻസിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ അത് പടച്ചോന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങളോ ഇതേപോലെ പെരുമാറ്റം ചില ആളുകളൊക്കെ മെസ്സേജ് അയക്കാറ്. ഇപ്പം ഗ്രോത്തെക്സിൽ തന്നെ പലരും മെസ്സേജ് അയക്കാറുണ്ട്. ഭർത്താവിന്റെ ബുദ്ധിമുട്ടുകൾ, ഭർത്താവ് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ, ഭാര്യ കാരണമുള്ള ബുദ്ധിമുട്ടുകൾ, ഫാമിലിയിലുള്ള പല ആളുകളും കാരണമുള്ള ബുദ്ധിമുട്ടുകൾ. ഞാൻ സത്യം പറഞ്ഞാല് കഴിഞ്ഞ ദിവസം ഗ്രോത്തെക്സിന്റെ അലീസാറിന്റെ സെഷന്റെ സമയത്ത് നമ്മളൊരു ആരാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് അറിയാത്ത രീതിയിലുള്ള ഒരു ഗൂഗിൾ ഫോം ഉണ്ടാക്കിയിരുന്നല്ലോ. അത് ഞാനിങ്ങനെ വായിച്ച സമയത്താണ് പടച്ചോനെ എന്തൊക്കെ പ്രശ്നങ്ങളാ സ്വന്തം വീട്ടിൽ തന്നെ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വായിച്ച സമയത്ത് എനിക്ക് ആകെ വിഷമായിപ്പോയി. എനിക്ക് ആ സമയത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് മൊത്തം കവർ ചെയ്യാനും പറ്റിയില്ല. അപ്പൊ ഇത്രത്തോളം ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. ആളുകൾ അവരെ കുറിച്ച്, ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ആളുകളെ കുറിച്ച് ഓൾറെഡി മനസ്സിലൊരു വിശ്വാസം ഉറപ്പിച്ചിട്ടുണ്ടോ. അവന്റെ സ്വഭാവം മാറൂല, അല്ലെങ്കിൽ അവളുടെ സ്വഭാവം മാറൂല, എൻ്റെ സാഹചര്യങ്ങൾ മാറൂല, ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ആളാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടുള്ള ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നുള്ള ചിന്തയോട് കൂടിയൊക്കെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ അവിടെ ഒക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ ഹോപ്പ് എന്ന് പറയുന്നത്. ഹോപ്പ് എന്ന് പറയുമ്പോൾ തവക്കുൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. തവക്കുൽ എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാല് നമ്മള് ശരിക്ക് നിങ്ങൾക്ക് അറിയോന്നറിയില്ല, വിശ്വാസം കൊണ്ട് 100% വിശ്വാസം കൊണ്ട് ക്യാൻസർ മാറിയ ആൾക്കാർ പോലും ഉണ്ട്. ഒരിക്കലും മാറില്ല എന്ന് ഡോക്ടർമാർ എഴുതി ഒപ്പിട്ട ആൾക്കാർ പോലും 100% വിശ്വാസം കൊണ്ട് മരുന്നോ കുടിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഇത് മാറി 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 അൽഹംദുലില്ലാ മാറി, താങ്ക് യു ഗോഡ്, താങ്ക് യു ഗോഡ്. അത് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചിന്തകൾ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഈ അസുഖങ്ങൾ മാറ്റിയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ആ സൂഫി വരെയും പറഞ്ഞു കൊടുക്കുന്നത് ഇത്ര മാത്രമാണ്. ഒരിക്കലും ആ ആ ഭയം, ഈ അസുഖം മാറൂല എന്നുള്ള ഭയം സ്ഥിരമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നതിന് പകരം എൻ്റെ അസുഖം മാറ്റാൻ എൻ്റെ സൃഷ്ടാവിന് ഒരു സെക്കൻഡ്, മൈക്രോ സെക്കൻഡ് ടൈം വേണ്ട നമ്മളുടെ സാഹചര്യങ്ങൾ മാറ്റാൻ. ഇപ്പം എൻ്റെ ഒക്കെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഒരു സമയത്ത് ജോലി ഒരു 2-3 മാസങ്ങൾ കൊണ്ട് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. UAE ഒരു ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ആ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ആരോഗ്യം പോയിട്ടുണ്ട്. ആരോഗ്യം മീൻസ് ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് മൂക്കിനും കണ്ണിനും ഒക്കെ അസുഖമായിരുന്നു. മൂക്കിന്റെ പാലൊക്കെ പൊട്ടി തൂങ്ങിപ്പോയിരുന്നു. അങ്ങനെ പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ കാറ് പോയി, ഇപ്പം ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ വന്ന്, കടങ്ങൾ വന്ന്, പിന്നെ അതിന്റെ ഭാഗമായിട്ട് ഡിവോഴ്സ്ഡ് ആയി. അങ്ങനെ പല കാര്യങ്ങളും ചെറിയ ചെറിയ സമയങ്ങൾ കൊണ്ട് ലൈഫിൽ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നടന്ന സമയത്ത് ഉള്ളില് ഒരു ചോദ്യം, ഒറ്റൊരു ചോദ്യം, ഇതൊക്കെ എന്തിനാ പടച്ചോനെ എന്നോട് ഇത് ചെയ്യുന്ന ഒരു സമയത്ത് ഞാൻ ചോദിക്കായിരുന്നു, ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നോട് ഇങ്ങനെ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്. ഇപ്പൊ അധികം ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോണ സമയത്ത്, ഞാൻ എന്താ ചെയ്ത് പടച്ചോനെ. എന്റെ ചുറ്റുപാടുള്ള ആൾക്കാർ പല വേണ്ടാത്തരോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ അങ്ങനത്തെ എന്താ ചെയ്തത്, തെറ്റുകൾ ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ ചെയ്യാത്ത ആളെന്നൊന്നല്ല പറയുന്നത്, പക്ഷെ അത്രയൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ എന്ന് പോലും നമ്മൾ ചില ആൾക്കാർ ചിന്തിച്ചു പോകും. പക്ഷെ പിന്നീട് ആ ചോദ്യത്തെ മാറ്റിയിട്ട് എന്നെ പ്രശ്നങ്ങളിലൂടെ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കൊണ്ടുപോയതിന്റെ റീസൺ എനിക്ക് കാണിച്ചു തരണേ പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ജീവിതം തന്നെ ഇങ്ങനെ മാറുകയാണ്. നമ്മളെ ഹൃദയം, നമ്മളുടെ ആ തവക്കുൽ, നമ്മളല്ല ഒന്നും ചെയ്യുന്നത്, ആ ബുദ്ധിമുട്ട് കൊണ്ടുവന്നതും ഇപ്പൊ അതിനുശേഷം ചെറിയ ചെറിയ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നതും ഒക്കെ പടച്ചവനാണെന്നുള്ള 100% വിശ്വാസവും 100% നമ്മൾ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ എന്താ സംഭവിക്കാന്നറിയോ? നമ്മൾ ഓരോ സമയത്ത് എടുക്കേണ്ട ഡിസിഷൻസ്, ഓരോ സമയത്ത് എടുക്കേണ്ട ആക്ഷൻസ്, നമ്മൾ ഓരോ സമയത്ത് പറയേണ്ട കാര്യങ്ങൾ, അതിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. നമ്മൾ ഇപ്പം നമ്മൾ സയന്റിഫിക്കലി ന്യൂറോ സയൻസ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഫ്ലോ സ്റ്റേറ്റ് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത്. പക്ഷെ
ചില സമയത്ത് കഴിയില്ല. ഓക്കെ, പറഞ്ഞുതരാം. ഫുൾ ടൈം അങ്ങനെ ആയി പോയാൽ നമ്മള് നബിമാരൊക്കെ ആയി പോലെ എല്ലാ സമയത്തും നുബുവത്തൊക്കെ പോലെ. അതല്ല ഇത്. എന്താ സംഭവം, നമ്മൾ മാക്സിമം നമ്മളുടെ ഹൃദയത്തിലും മനസ്സിലും തലച്ചോറിലുമുള്ള ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകളും ദേഷ്യവും വെറുപ്പും അഹങ്കാരവും അസൂയയും അങ്ങനത്തെ എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും മൊത്തമായിട്ട് ഇറക്കി വെച്ചിട്ട് നമ്മളുടെ ഉള്ളിൽ ഒരുപാട് നന്ദി പ്രകടിപ്പിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പം ഈ സംസാരിക്കാനുള്ള കഴിവായിക്കോട്ടെ, നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളായിക്കോട്ടെ, കുടുംബ ബന്ധങ്ങളായിക്കോട്ടെ, ജോലി, വീട്, സൗകര്യങ്ങൾ, നമ്മളുടെ കുടുംബക്കാര് തുടങ്ങിയിട്ട് എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് ഇങ്ങനെ നന്ദി ഫീൽ ചെയ്യാനും എല്ലാ സമയത്തും നമ്മൾ ആ ഒരു നന്ദിയുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലും ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അഹങ്കാരം കുറയും. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഏത് ലെവലിൽ എത്തിയാലും നമുക്ക് ആ സമയത്ത് അഹങ്കാരം ഉണ്ടാവില്ല. പിന്നെന്ന് വെച്ചാല് നമ്മള് ആ രീതിയിൽ നമ്മൾ 100% അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ ഫുള്ള് മിറാക്കിൾസാ സംഭവിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഗ്രോത്ത് നടത്തുന്നത് ഞാനല്ല, ഗ്രോത്ത് ആൾക്കാരെ ആരെ വിളിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സ് തോന്നിപ്പിച്ചിരുന്നത് ഞാനല്ല. ഓ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും മിറാക്കിൾ ആയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും. നമ്മൾ ആ വിശ്വാസം എന്ന് പറഞ്ഞ സംഭവം 100% ആണെങ്കിൽ നമ്മൾ പോലും അറിയാത്ത കുറേ സംഭവങ്ങൾ ഇങ്ങനെ ലൈഫിലേക്ക് വരും. നമ്മൾക്ക് ആവശ്യമുള്ള ആളുകൾ ഇങ്ങനെ മനസ്സ് തോന്നിപ്പിച്ചു തരും. അവരോട് കണക്ട് ചെയ്യുമ്പോൾ അവർ ഫസ്റ്റ് ടൈം തന്നെ യെസ് പറയും. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതല്ലെങ്കിൽ പക്ഷെ അവരുടെ ഉള്ളിൽ നമ്മളോട് എന്തോ ഒരു സ്നേഹം ഇട്ട് കൊടുക്കും. അപ്പൊ ആ സ്നേഹം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോഴേക്ക് അവർ ഓക്കെയാണ്, നമുക്ക് വി ക്യാൻ പ്രൊസീഡ് എന്ന് പറയും. ആ രീതിയിലുള്ള കുറേ അനുഭവങ്ങൾ ലൈഫിൽ, അതൊരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ വലിയ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പം എനിക്ക് പഠിച്ചോ തന്നിട്ടുള്ള ഒരു സ്കില്ലാണ് ആളുകളോട് ഡീൽ ചെയ്യാനുള്ള, ആളുകളുമായിട്ട് കണക്ട് ചെയ്യാനും ഒരു ഒരു ടീമിനെ ഓർഗനൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യം. എനിക്കിങ്ങനെ ഇപ്പം ഞാൻ ഇന്നും ഒരു കല്യാണ വീട്ടിലായിരുന്നു. നമ്മളൊരു കസിൻ്റെ, ഇപ്പം എനിക്ക് പ്രോഗ്രാം ഉണ്ട്, നാളെ ഉണ്ട്. ഇപ്പം ഇന്ന് ക്ലാസ് ഉള്ളത് കൊണ്ട് ഇവിടേക്ക് പോകുന്നതാണ്, അത് കഴിഞ്ഞിട്ട് തന്നെ പോകണം. അങ്ങനത്തെ പരിപാടികളിലൊക്കെ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ഓടി നടന്ന് ഭയങ്കര രസമാണ്. എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെ ആളുകളോട് നല്ല ചിരിച്ച് നല്ല ഭക്ഷണം കൊടുക്കുക, നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യുക, ചായ കൊടുക്കുക. സംഭവം ഒരു സർവീസ് എന്ന് പറയുന്നത് ആ ആ അത് സന്തോഷത്തോട് കൂടിയിട്ട് ഈ ചിരിയോട് കൂടി ഞാൻ പറയട്ടെ, ഈ ചിരിയോട് സാധാരണ ഒരാള് ഒരു ഭക്ഷണം ഒരു ബിരിയാണി വിളമ്പി തരുന്നു, ഈ ചിരിയോട് കൂടി ബിരിയാണി വിളമ്പി കൊടുക്കും, നമ്മൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ആളുകൾക്ക് അത് ആൾക്കാരിങ്ങനെ നമ്മളുടെ മുഖം മറക്കൂല. അവര് വേറെ എന്തൊക്കെയോ ചിന്തയിലൊക്കെ ആയിരിക്കും, വേറെ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ച് ടെൻഷൻ അടിച്ചു. പക്ഷെ ഈ ചിരി ഇങ്ങനെ കാണും, ഇവനിപ്പോ എന്തിനാ ഇങ്ങനെ എന്നോട് ചിരിക്കുന്നത്, ഇവൻ ഏതാ? ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആളൊക്കെ ആയിരിക്കും. അപ്പൊ ഇപ്പൊ ബൈക്കുമേലൊക്കെ അല്ല, ചില സമയത്ത് ബൈക്കുമേൽ അടുത്ത സ്ഥലത്തൊക്കെ പോകുന്ന വൈമല് കാണുന്ന ആൾക്കാരൊക്കെ നോക്കി ഇങ്ങനെ ചിരിക്കും. ഞാൻ ഉദ്ദേശിച്ച ഏതോ പെൺകുട്ടികളെ നോക്കി ഇങ്ങനെ ചിരിച്ച് വായി നോക്കാന്നല്ല കേട്ടോ. അല്ലാണ്ട് കുറച്ചൊക്കെ പ്രായമുള്ള നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചിരിക്കുമ്പോൾ ഓല് കുറച്ചു നേരെങ്കിലും നമ്മളെ പോലെ അറിയാതെ അവരുടെ ചിന്തകൾ അവർ മാറിപ്പോവും. എങ്ങനെ എന്തൊക്കെയോ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ചിലപ്പം ചില ആളുകൾ ഇങ്ങനെ ഇവനിപ്പോ അതേതാ, ഓനിപ്പോ എന്തിനാ എന്നോട് ചിരിച്ച്, അവരുടെ ആ ടെൻഷന്റെ ചിന്ത കുറച്ചു നേരത്തേക്ക് മാറ്റാൻ ആ ഒരു ചെറിയ ചിരിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റിയേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ചിരി വരുന്ന സമയത്ത് അവർക്ക് നെഗറ്റീവ് ചിന്തിക്കാൻ കഴിയൂല. നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്തില്ലേ. അപ്പൊ കുറച്ചൊരു സമയം അവരുടെ ഒരു നെഗറ്റീവ് ചിന്തന മാറ്റി നിർത്തിയതിന് ചിലപ്പം പഠിച്ചോളെ നമുക്ക് ഒരു 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 ബെനിഫിറ്റ് കിട്ടിയേക്കാം ഭാവിയിൽ ഇൻഷാ അള്ളാ. അപ്പോ ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാല്, ഇപ്പം നമ്മൾ ഓരോരുത്തരും ഒരു ഒരു ശില്പിന്റെ കേസ് എടുത്ത് നോക്കാം. ഇപ്പൊ ഒരു പ്രതിമകളോ അല്ലെങ്കിൽ നല്ല നല്ല ശില്പങ്ങളൊക്കെ ചെത്തി മിനുക്കുന്ന ഒരു ശില്പിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവര് ഏത് മനസ്സിൽ കുറ്റബോധം ഇല്ലാത്തവർക്ക് മനസ്സറിഞ്ഞ് ചിരിക്കാൻ കഴിയും. സത്യ സത്യമായിട്ട് ഓരോ ദിവസവും നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ ഓരോ ദിവസവും നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലുള്ള ഭാരങ്ങളും ആൾക്കാരുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെ അവിടെ ഇറക്കി വെച്ചിട്ടായിട്ട് ഉറങ്ങിയാണ്ടല്ലോ, എന്ത് രസാന്നറിയാം. നമ്മൾ കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചുറങ്ങും. ഇപ്പം ഭാര്യ ഭർത്താക്കന്മാരാകുന്ന സമയത്താണെങ്കിലും പാരൻസുമായിട്ട് ഇപ്പം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ദേഷ്യമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനൊക്കെ ആണെങ്കിലും ഒരു ദിവസം കിടന്നുറങ്ങുന്നതിന്റെ മുന്നേ അത് സോൾവ് ചെയ്തിരിക്കണം. കിടന്നുറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം, അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്ത് എന്തെങ്കിലും വെറുതെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് എന്തെങ്കിലും ദേഷ്യം പിടിപ്പിച്ചൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാട്ടോ. അതൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞതാണെങ്കിൽ അങ്ങോട്ട് ഫോർഗീവ് ചെയ്യാൻ, മീൻസ്
സോറി കേട്ടോ, എന്തെങ്കിലും ഞാൻ ചെയ്ത എന്തെങ്കിലും തെറ്റ് അങ്ങനെ വന്നു പോയിട്ടുണ്ടെ സോറി കേട്ടോ എന്ന് അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ സോറി പറയുന്നത്, ഞാനല്ലേ സോറി പറയേണ്ടതെന്നൊക്കെ പറയും. അപ്പോ അപ്പൊ പ്രശ്നം തീരട്ടെ, ഞമ്മക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ ഇല്ലാണ്ടാക്കിയുള്ള ഒക്കെ ഇങ്ങനെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയാം. അതൊക്കെ ഒഴിവാക്കണം മീൻസ് അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ടുവച്ചതോടെ, ഞാനിത് താഴെ ചോദിച്ച ചോദ്യത്തിന് പറയാട്ടോ, ഒരുപാട് നമ്മളെ അനുഭവിപ്പിച്ച ആളുകളെ എങ്ങനെ നമ്മൾ ഫോർഗീവ് ചെയ്യാന്ന് ഞാനത് പറയാൻ കാരണം, അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഫോർഗീവ് ചെയ്യുന്നത്. നമ്മൾ ഈ കറക്റ്റ് നമ്മളുടെ ഉള്ളിൽ ആരോടും ദേഷ്യവും വെറുപ്പും ഒന്നും ഇല്ലാതാകുന്ന സമയത്ത് നമ്മൾക്ക് ഈ ദേഷ്യവും വെറുപ്പും കൊണ്ട് നടക്കുന്ന കാരണം കൊണ്ട് നമ്മൾ പോലും അറിയാൻ നമ്മൾ ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ടാവും. ആ ഡിവോഴ്സ് ഏത് കേസാണെങ്കിലും, ഞാനും ഇതിലൂടെ ഒക്കെ കടന്നു പോയ ആളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഡിവോഴ്സ് ചെയ്ത എൻ്റെ ലൈഫിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോയ സമയത്ത് എനിക്ക് ഭയങ്കര ദേഷ്യവും വെറുപ്പും കുറച്ചു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതൊക്കെ ആയിട്ട് ഇറക്കി വെച്ചതിന് ശേഷം ഉണ്ടല്ലോ, എല്ലാം ഇപ്പം ഫിനാൻഷ്യൽ ബ്ലോക്ക് മാറി, അല്ലെങ്കിൽ നമ്മളുടെ കരിയർ ഗ്രോത്തിൽ ഡിഫറൻസ് വന്ന് പല കാര്യങ്ങളും ഗ്രോത്ത് വന്നത് ഈ വെറുപ്പ് ഇറക്കി വെച്ച സമയത്ത്. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ളത് കാരണം എന്താ അറിയോ, ഞാൻ ഇപ്പൊ ഉള്ള എൻ്റെ ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് എൻ്റെ പഴയ ആദ്യത്തെ വൈഫ്. അപ്പൊ ഇപ്പോഴത്തെ വൈഫാണ് ഫുൾ ടൈം സത്യം പറഞ്ഞാൽ ഒരുപാട് രീതിയിൽ സപ്പോർട്ട് ചെയ്തതും ഞാൻ എല്ലാം നിർത്തിയോർത്തുനിന്ന് റീസ്റ്റാർട്ട് ചെയ്ത് തന്നതും ഒക്കെ അൽഹംദുലില്ലാ. വൈഫ് മാത്രമല്ല കേട്ടോ, പേരൻസും എല്ലാവരും ഉണ്ട്, ടീമും ഒക്കെ ഉണ്ട്. ഞാൻ ഈ ഒരു പാർട്ട് പറഞ്ഞതാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെ നമ്മളെ ഒരുപാട് ഉപദ്രവിച്ച ആൾക്കാരെ പോലും, അങ്ങനെ ഉപദ്രവങ്ങളും വെറുപ്പുകളും ലൈഫിൽ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് കുറേ പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. രണ്ടാമത്തത് നമ്മളുടെ മെന്റൽ സ്ട്രെങ്ത്, മാനസികമായിട്ടുള്ള ശക്തി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടാവും. ആദ്യം ആദ്യം നമ്മളൊരു കാര്യത്തെ നോക്കിക്കാണുന്ന രീതിയിലായിരിക്കില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷം നമ്മൾ നോക്കിക്കാണാം. എല്ലാത്തിനും ഇപ്പം അഥവാ ഇപ്പൊ അവർക്ക് ആ പ്രശ്നത്തിലൂടെ ഏതൊരു പ്രശ്നവും നല്ലതാണോ ചീത്തതാണോ എന്ന് മനസ്സിലാക്കാൻ ഒരു ടെക്നിക്ക് ഉണ്ട്. എന്താ വെച്ചാല്, ആ പ്രശ്നം വന്നതിന് ശേഷം നമ്മൾ പടച്ചോനുമായിട്ട് അടുത്തതാണെങ്കിൽ അത് ഹൈറിനുള്ളതായിരുന്നു. ഏതെങ്കിലും ഒരു നന്മ വന്നതിന് ശേഷം നമ്മൾ പടച്ചോനിൽ നിന്ന് അകന്നതാണെങ്കിൽ അത് ഷെറായിരുന്നു, ആ നന്മ ഷെറായിരുന്നു. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഫിനാൻഷ്യലി ഭയങ്കര സെറ്റപ്പ് ആവുന്ന വിചാരിക്കുക, ഭയങ്കര കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ നമുക്ക് വരുമാനം വരികയാണെന്നൊക്കെ വിചാരിക്കുക. അതോടുകൂടി നമ്മുടെ നിസ്കാരവും നമ്മൾ സാധാരണ റുട്ടീനിൽ ചെയ്തു പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ അകന്നകന്ന് പോകുന്നുണ്ടെങ്കിൽ അത് ഷെറാണ്, അത് പരീക്ഷണമായിരുന്നു, അതിൽ നമ്മൾ ഫെയിലായി. പക്ഷേ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ നമ്മളെ കുറിച്ച് അറിയാൻ, നമ്മൾ ആ ശില്പിന്റെ കാര്യം പറഞ്ഞ പോലെ ഓരോ ശില്പിയും ഒരു പാറനെ കാണുന്ന സമയത്ത് ആ പാറക്കല്ലിന്റെ ഉള്ളിലെ ഒരു ശില്പത്തെ കാണുന്നുണ്ട്. ഉള്ളിൽ ഒരു ചിത്രമുണ്ട്, ഒരു പിക്ചർ ഉണ്ട്. ഇങ്ങനെ ഇങ്ങനെ കൊത്തിയെടുത്തിട്ട് ഈ രീതിയിൽ ആക്കിയെടുക്കണം, അതിൻ്റെ ഉള്ളിലാണല്ലോ അതുള്ളത്. അത് കൊത്തി കൊത്തി മിനുക്കിയെടുക്കണല്ലോ. ഇതേപോലെ തന്നെ ഓരോ മനുഷ്യന്മാരുടെ ഉള്ളിലും വ്യത്യസ്തമായിട്ടുള്ള ചില കഴിവുകളും ഒരു കോമ്പിനേഷൻ ഓഫ് എബിലിറ്റീസ് ഒക്കെ പടച്ചോൻ ജന്മനാ തന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മളിങ്ങനെ കൊത്തിയെടുത്ത് കൊത്തിയെടുത്ത് പല 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 വേദനകൾ വരുമ്പോഴേക്കും ഈ ഭാഗത്തുള്ള കൊത്തിയെടുക്കൽ വരിക. അത് മീൻസ് അതൊരു നിങ്ങളെ മെറ്റഫറിക്കലി ചിന്തിച്ചാൽ മതി കേട്ടോ, ഒരു ഉപമ എന്നുള്ള രീതിയിൽ നമ്മളെ പല പല വേദനകൾ വരുമ്പോഴേക്കും ഒരു കഴിവ് നമുക്ക് മനസ്സിലാവുക. എനിക്ക് ഇങ്ങനെ ഒരു സ്കില്ല് ഉണ്ട് അല്ലേ, ഇത് പിടിച്ചു നിൽക്കാനുള്ള ഒരു എബിലിറ്റി എനിക്കുണ്ട് അല്ലേ. അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും ഇങ്ങനെ നമ്മളുടെ ക്ലാരിറ്റി എന്ന് പറയുന്ന സംഭവം നമ്മളുടെ പാസ്റ്റിൽ നിന്നാണ് നമുക്ക് കിട്ടുക. ക്ലാരിറ്റി ഒരിക്കലും ഫ്യൂച്ചറിനെ കുറിച്ച് 100% ക്ലാരിറ്റി ഒരിക്കലും മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ല. അത് പഠിച്ചോന് മാത്രമല്ല, നമ്മൾ എങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ളത് 100% കേട്ടോ. നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ സഞ്ചരിക്കാനേ പറ്റുള്ളൂ. പക്ഷെ പാസ്റ്റിനെ കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ. നമ്മളുടെ ലൈഫിൽ നടന്ന ആ പാസ്റ്റിലുള്ള ക്ലാരിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, മുന്നോട്ടുള്ള ലൈഫിനെ ലീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറ്റിയ പറ്റിയ തെറ്റ്, പക്ഷെ ഭാഷ കൂടെ കിട്ടുന്നതായിട്ട് തെറ്റിയ പറ്റുകൾ എന്നൊക്കെ പറയുന്നത്, നമുക്ക് പറ്റിയ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അത് എങ്ങനെയാണ് നമുക്ക് ലൈഫിൽ കറക്ഷൻസ് കൊണ്ടുവരാനും അങ്ങനെയുള്ള തെറ്റുകൾ പറ്റാത്ത രീതിയിൽ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാനും ചിലപ്പോൾ നമുക്ക് പറ്റിയേക്കാം, ഇല്ലേ. ഇപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ മാനിഫെസ്റ്റേഷനോ അല്ലെങ്കിൽ എന്ത് രീതിയിൽ വേണമെങ്കിലും പറയാം, പല ആളുകളും
ലൈഫിൽ ഇപ്പം ചില ട്രെയിനേഴ്സൊക്കെ ഈ യൂണിവേഴ്സ് ആണ് തരുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ആഹ്, ഈ വൈബ്രേഷൻ ഫ്രീക്വൻസി ഒക്കെ ഉള്ള സംഭവം ശരി തന്നെയാണ്. പക്ഷെ യൂണിവേഴ്സ് ആണ് തരുന്നത്, പ്രപഞ്ചമാണ് തരുന്നത് എന്നൊക്കെ പറയും. ചില ആളുകൾ അത് പടച്ചവനാണെന്ന് അറിയെങ്കിൽ പോലും അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ജസ്റ്റ് ഇപ്പം അത് കോമൺലി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ വേണ്ടിയിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും നമ്മള് ശരിക്ക് നമ്മളുടെ പടച്ചവനെ കാണുന്ന രീതി അയക്കാൻ പോകുന്നു അതൊക്കെ റെഡി ആവും മാം. ഇൻഷാല്ലാ മാം ഫോർഗിവ്നെസ്സിനെ കുറിച്ച് ഒന്ന് കറക്റ്റ് പഠിച്ച് മുന്നോട്ട് പോവാ. ഓക്കെ, ഒക്കെ സെറ്റ് ആവും. ഇപ്പോ എൻ്റെ കേസ് ആയിരിക്കില്ല, ചിലപ്പം പലർക്കും പല ഡിഫറെൻറ്റ് സിനാരിയോ ആയിരിക്കും ഉണ്ടാവും കേട്ടോ. ഓരോരുത്തർക്കും ഏഹ്, അതൊക്കെ ചിലപ്പം കുറച്ച് സമയം എടുത്തേക്കാം, പക്ഷെ ഹീലാവും ഇൻഷാല്ലാ. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറയും അൽഹംദുലില്ലാ, അന്ന് ആ വേദനയിലൂടെ ഇപ്പൊ ഞാൻ എത്തി നിൽക്കുന്ന സ്റ്റേജിൽ എന്നെ എത്തിക്കാൻ വേണ്ടിയായിരുന്നു പഠിച്ചോനല്ലേ നിങ്ങൾ എന്നെ അന്ന് ആ വേദനയിലേക്ക് കടത്തിക്കൊണ്ട് പോയി നിങ്ങൾ പറയും. നോക്കിക്കോളൂ ഇൻഷാല്ലാ. നിങ്ങൾ കുറച്ച് വർഷങ്ങൾ ഒരു ഗ്യാപ്പ് കൊടുക്കും നിങ്ങൾ. പിന്നെ ഏർ, വേറെ എന്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്? ആ, സോറി. നമ്മള് ഞാൻ എന്താ ലാസ്റ്റ് പറഞ്ഞത്? ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. യൂണിവേഴ്സാ തരികയെന്നുള്ളത്. ആ, യെസ് യെസ് യെസ്, യൂണിവേഴ്സാ തരിക എന്നുള്ളത്. നമ്മള് പലരുടെയും പടച്ചവനെ പറ്റിയുള്ള ചിന്ത ചിലപ്പോൾ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. നമ്മളുടെ ഗ്രാമത്തിലുള്ള പഠിച്ചവനായിട്ടായിരിക്കും നമ്മളുടെ പഠിച്ചവനെ കാണുന്നത്. മീൻസ് ഇത്രയും ഈ ചെറിയ നമ്മൾ ഈ കാണുന്ന നമ്മളുടെ മുറിയോ അല്ലെങ്കിൽ നമ്മളുടെ ഈ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളുടെ കൺമുന്നിലുള്ള എല്ലാ സംഭവങ്ങളും, ലാപ്ടോപ്പ്, ഫോണ്, പാഡ് അല്ലെങ്കിൽ ഷർട്ട്, എല്ലാ സാധനങ്ങളും പല പല മനുഷ്യന്മാരുടെ ചിന്തകളിലൂടെയാണ് പടച്ചോൻ ചിന്തകൾ ഇട്ട് കൊടുക്കുക ചെയ്യുക. ഐഡിയകൾ ഇട്ട് കൊടുക്കുക, പൈസ അല്ല കൊടുക്കുക. ചിന്തകൾ ഇട്ട് കൊടുത്തിട്ട് ആ ചിന്തകള് പ്രൊഡക്റ്റ് ആക്കി മാറ്റിയ മനുഷ്യന്മാരാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന നമ്മളുടെ ഗ്രാമത്തിലുള്ള ആൾക്കാരോ നമ്മളുടെ കുടുംബക്കാരോ ഒന്നും മാത്രമല്ലല്ലോ. ഏകദേശം ഈ ഭൂമിയിൽ 800 കോടിയോളം ജനങ്ങളുണ്ട്. ഇപ്പൊ 850 കോടി വയ്ക്കുന്നത്. ഏകദേശം 850 കോടി ജനങ്ങളുടെ കാര്യവും പടച്ചോന് നോക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഈ 850 കോടി ജനങ്ങളിൽ ഭൂമിയിലാണുള്ളത്. ഭൂമി എന്ന് പറയുന്നത് തന്നെ ഈ യൂണിവേഴ്സത്തെ ചെറിയൊരു ഒരു ഒരു മറ്റേ എന്താ പറയുക, മണൽത്തരി പോലെ മാത്രമേ ഉള്ളൂ. പറയാൻ കാരണം ഭൂമിനെക്കാട്ടിനും 1,40,000 ഇരട്ടിങ്ങാനും വലിപ്പമുണ്ട്. എന്തിനെന്നറിയോ? സൂര്യന് ഭൂമിനെക്കാട്ടിനും അത്രയും വലുതാണ്. നമ്മൾ കാണുമ്പോൾ ചെറുതാന്ന് തോന്നും സൂര്യൻ, പക്ഷെ അതിൽ ഒരുപാട് പ്രകാശ വർഷങ്ങൾക്ക് ദൂരെ ആയതുകൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് ചെറുതാണെന്ന്. പക്ഷെ അതും ഒരു സൂര്യന് ചുറ്റുമാണ് സൂര്യനും അതേപോലെ ഭൂമിയും ഒക്കെ ഒരു സോളാർ സിസ്റ്റത്തിന്റെ പ്രപഞ്ചയൂഥം. എന്താ പറയാ സോളാർ സിസ്റ്റത്തിന്റെ മലയാളം എന്താ? സൗരയൂഥത്തിന്. ആ, സൗരയൂഥം. അതാ എനിക്ക് നമ്മളെ സ്വന്തം ആളുടെ ഇവിടെ. അപ്പോ സൗരയൂഥത്തിലാണ് ഉള്ളത്. എങ്ങനെ ഇപ്പം മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എന്താ പ്ലാനറ്റുകൾ ഈ നമ്മളുടെ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുക. അത് ഈ മാർസ്, ജൂപ്പിറ്റർ, മാർസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭൂമിനെക്കാട്ടിനും 6 ഇരട്ടി വലിപ്പമുള്ള ഗ്രഹമാണ്. നമുക്കത് ചില സമയത്ത് നമ്മൾ സ്റ്റാർ ആയിട്ടൊക്കെ ചിലപ്പോൾ അത്രയും ദൂരത്ത് നിന്ന് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പൊടിയിലൊക്കെ തോന്നും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള നമ്മൾ ഈ സൗരയൂഥം എന്ന് പറയുന്ന സംഭവം തന്നെ ഒരുപാട് സൗരയൂഥങ്ങളുണ്ട് ഒരു ഗാലക്സിന്റെ ഉള്ളിൽ. ഇതേപോലെ ഒരുപാട് ഗാലക്സികൾ ഉണ്ട് ഒരു മിൽക്കി വേന്റെ ഉള്ളിൽ. ഒരുപാട് മിൽക്കി വേകളുണ്ട് ഈ യൂണിവേഴ്സിന്റെ ഉള്ളിൽ. മീൻസ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്രയും വലുതാണ് എന്ത് ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത്, പ്രപഞ്ചം എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഇത് മൊത്തം ഈ പ്രപഞ്ചം മൊത്തം സൃഷ്ടിച്ചിട്ടുള്ള പടച്ചവനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്തെന്നറിയോ? നിന്റെ ഭർത്താവിന്റെ സ്വഭാവം ഒന്ന് മാറ്റി തന്നെ പഠിച്ചോനെ. അപ്പൊ മനസ്സ് പറയട്ടോ, അതിലൊന്നും ഒരു കാര്യമില്ല, അയാള് മാറൂല. അപ്പൊ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, ഓൾറെഡി നമ്മൾ വിശ്വസിച്ച് വെച്ചിട്ടുണ്ടാവും അയാള് മാറൊന്നുമില്ല, അയാളുടെ ഈ ഒലക്കമല സ്വഭാവം മാറുകയില്ല. അതേപോലെ തന്നെ ഇപ്പം ചിലപ്പം നേരെ തിരിച്ചും ഉണ്ടായേക്കാം. അതേപോലെ തന്നെ
എൻ്റെ കരിയർ അല്ലെങ്കിൽ എൻ്റെ ശമ്പളം വർദ്ധിപ്പിച്ചു തരണേ, എൻ്റെ കടങ്ങൾ വീട്ടി തരണേ, എൻ്റെ അസുഖങ്ങൾ മാറ്റി തരണേ. അപ്പോൾ നമ്മൾ പറയാം, നമ്മൾക്ക് ചിലപ്പോൾ ഒരു കാലുവേദന ആയിരിക്കും, വലിയ ഏതെങ്കിലും ഒരു ശരീരത്തിനുള്ള ഒരു ഭാഗത്തിനുള്ള ഒരു അസുഖമായിരിക്കാം. അത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും, പക്ഷെ അത് സാധാരണ അങ്ങനെ ഒരു അസുഖം വന്നാൽ ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞിട്ടേ അത് റെഡി ആവാറുള്ളൂ. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെയല്ലേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. നമ്മൾ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി നമ്മളുടെ മനസ്സിലൊരു ഒരു രൂപം, ഒരു പിക്ചർ, ഇപ്പം നമ്മൾ ആ ശില്പിന്റെ ഉള്ളിലുള്ള ശില്പി ഒരു കല്ലിന്റെ ഉള്ളിലെ ശില്പത്തെ കാണുന്ന പോലെ തന്നെ നമ്മളുടെ ഉള്ളിൽ നമ്മളെ പറ്റി ഒരു പിക്ചർ ഉണ്ടാവും. നമുക്ക് ഇത്ര സമയം ആയാലും മാത്രമേ ഈ രീതിയിൽ എത്തിപ്പെടാൻ പറ്റുള്ളൂ, ഇത്ര സമയം ആയാൽ മാത്രമേ എൻ്റെ അസുഖം മാറുള്ളൂ, ഇത്ര സമയം ആയാലേ എൻ്റെ കടങ്ങൾ വീടുള്ളൂ, എത്ര സമയം എടുത്താലും എൻ്റെ ഭർത്താവിന്റെ സ്വഭാവം മാറൂല. അങ്ങനെ പല വിശ്വാസങ്ങളും നമ്മളുടെ മനസ്സിൽ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരു പടച്ചവനോടാണ് നമ്മൾ നിസ്സാരമായിട്ടുള്ള ചോദ്യത്തിന് വിശ്വാസം അല്ലാണ്ട് പ്രാർത്ഥിക്കുന്നത്. ആ വിശ്വാസം എത്രത്തോളം കുറവാണോ അതിനനുസരിച്ച് നമ്മളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനും ചാൻസ് കുറവല്ലേ. ഉള്ളിൽ വിശ്വാസം അല്ലാണ്ട് ഇപ്പൊ ഒരു കോടീശ്വരനോട് പോയിട്ട് എനിക്കൊരു 100 റുപ്യ കടം തരുമോ, ഉള്ളിൽ ഉണ്ടാവുമോ 100 റുപ്യ, ആ രീതിയിൽ ചോദിക്കും പോലെ അല്ലേ ട്രില്യനെയർ ആയിട്ടുള്ള പടച്ചവനോട് ഇത്രയും കാര്യങ്ങൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിന്റെ ഒക്കെ പുറത്തുനിന്നാണ് നമ്മളെ നോക്കിക്കാണ്ടത്. നമ്മള് ഈ ഭൂമി തന്നെ ഒരു മണൽത്തരിന്റെ അത്രേ ഉള്ളൂ. ആ മണൽത്തരിന്റെ ഉള്ളിൽ 800 കോടി ജനങ്ങൾ എവിടെ ഉള്ളത്? 70%, 71% വെള്ളാണ് ഭൂമിയിൽ. ബാക്കിയുള്ള സ്ഥലം മാത്രമേ ഇങ്ങനെ കരയായിട്ടുള്ളൂ. ആ 29% കരയിലുള്ള അതിലാണ് 800 കോടി ജനങ്ങൾ ജീവിക്കുന്നത്. ആ 800 കോടി ജനങ്ങളിൽ ഒരു മനുഷ്യൻ മാത്രമാണ് നമ്മള്. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ ശരിക്കും നമ്മളുടെ ഉള്ളിലുള്ള ഈ അഹങ്കാരമൊക്കെ ഇറക്കി വെക്കാനും, നമ്മൾ എന്തൊക്കെയോ ആണെന്നോ അല്ലെങ്കിൽ നമ്മളൊന്നും അല്ല, നമ്മളെ മറ്റുള്ളവർ കളിയാക്കുന്നൊക്കെ ചിന്തിക്കുന്ന കുറെ സംഭവങ്ങളൊക്കെ അതൊക്കെ ഒഴിവാക്കി എടുക്കണമെങ്കിൽ മനുഷ്യന്മാര് വെറും എന്താ ചെറിയ മണൽത്തരികൾ മാത്രമാണെന്നുള്ള ചിന്ത വരുമ്പോഴേക്ക് തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ദുനിയാവും ആഹിറവും ആഗ്രഹിച്ചുകൊണ്ട് മാക്സിമം നമുക്ക് പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ ആ രീതിയിൽ ഓരോ കാര്യങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ഇവിടേക്കല്ല, നമ്മള് എറ്റേണൽ ലൈഫ് അല്ലെങ്കിൽ നമ്മളുടെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നമുക്ക് ഒരുപാട് 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 വർഷങ്ങളോളം മരിക്കാത്ത ജീവിതം നമുക്കിങ്ങനെ ഏറ്റവും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും കൂടാണ് നമ്മൾ ഇവിടെ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ ഒരു ഫ്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫ്ലോയിലേക്ക് കിടക്കാൻ നമുക്ക് പറ്റും. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീല് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ പറയുന്ന കാര്യങ്ങളിലും ചെയ്യുന്ന കാര്യങ്ങളിലും ഒക്കെ അത് അനുഭവിക്കുന്നവർക്ക് എന്തോ ഒരു ആത്മീയപരമായിട്ടുള്ള ഒരു കണക്ഷൻ കിട്ടും. നമ്മൾ എന്തൊരു ചെറിയ പ്രവർത്തനം ചെയ്യുമ്പോഴും അതിൽ പടച്ചവനെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പടച്ചവനെ പറ്റി ചിന്തിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ഞാനിപ്പോ ഈ ക്ലാസ്സിന്റെ കാര്യമല്ല ട്ടോ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അത് പടച്ചവനും കൂടി ഇഷ്ടപ്പെട്ട രീതിയിലാണോ നമ്മൾ ഏറ്റവും മാക്സിമത്തിൽ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു രീതി അതും കൂടെ ഒന്ന് മൈൻഡിൽ വെച്ചുകൊണ്ട് ചെയ്യാം. നമ്മളെല്ലാവരും ഇപ്പം നമ്മളെ പറ്റി ചിന്തിക്കുന്നത് ചിലപ്പോ ഒരു ഉണങ്ങിയ വിത്തിനെ പോലെ ആയിരിക്കും. ഇപ്പം ചില മരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയാം, നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് എന്താണെന്നറിയോ? ഒരു ഉണങ്ങിക്കിടക്കുന്ന മാങ്ങന്റെ അണ്ടില്ലേ, മാങ്ങന്റെ വിത്ത്, മാങ്ങന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വിത്ത്, അത് ഉണക്കി നമ്മളിപ്പം കുറച്ച് മറ്റേ എന്താ കരിന്നല്ല, നമ്മളെ വെണ്ണീരൊക്കെ ആക്കിയിട്ട് നമ്മൾ ചിലപ്പോൾ സൂക്ഷിച്ചു വെക്കും. അത് അത് നമ്മൾ എടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ഉള്ള അല്ലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണെ. മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് ആ മണ്ണിലേക്ക് എന്താ ഒന്നുമില്ല കേട്ടോ, ഉണങ്ങിക്കിടക്കുന്ന ഒരു ഉപയോഗമില്ലാത്തൊരു വിത്താണ്. ആ വിത്ത് നമ്മൾ മണ്ണിലേക്ക് വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളത്തിന്റെ കൂടെ പ്രകാശം ഉള്ളിൽ കൂടെ ഇങ്ങനെ കുറച്ച് കുറച്ച് പ്രകാശം കിട്ടി കിട്ടി മണ്ണിന്റെ ഉള്ളിലാണെങ്കിലും പ്രകാശത്തിന്റെ ഒരു ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ എത്തി ആ പ്രകാശം കിട്ടി തുടങ്ങുന്ന സമയത്തുണ്ടല്ലോ, മെല്ലെ മെല്ലെ ആ പ്രകാശത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഉള്ളുന്ന ആ വിത്ത് ഇങ്ങനെ മുളച്ച് പൊന്തി ഇങ്ങനെ വന്നിട്ട്
ഉണങ്ങിക്കിടക്കണ ഒരു ഉപയോഗവും ഇല്ലാത്ത ഒരു മരത്തിന്റെ ചെറിയൊരു ഒരു ഒരു മൊട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരുമ്പോ എങ്ങനെ ഈ മണ്ണിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പൊന്തി വന്നിട്ട് പിന്നെ അതിന് കറക്റ്റായിട്ട് വെളിച്ചം, നമ്മളുടെ ഉള്ളിലുള്ള വെളിച്ചത്തെ പറ്റി പറയണ്ട, ആ വെളിച്ചവും ആവശ്യമുള്ള നോളജ് ആയിട്ട് നിങ്ങൾ ആ ഇതിനെടുക്കുക, വെള്ളത്തിന് എടുക്കുക. വെള്ളവും ആവശ്യമുള്ള വെളിച്ചവും ഇങ്ങനെ കിട്ടുന്ന സമയത്ത് അതിങ്ങനെ തളിർത്ത് 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 എത്രയോ വലിയ മരമായിട്ട് ചില മാങ്ങന്റെ മരമൊക്കെ കണ്ടാല് നമുക്ക് എത്രയോ ഒരു വലിയ ഏരിയ മൊത്തം തണലൊരുക്കുന്നുണ്ടാവും, ഒരുപാട് കിളികൾക്ക് പാർപ്പിടം ഒരുക്കുന്നുണ്ടാവും, ഒരുപാട് മനുഷ്യന്മാർക്ക് മാമ്പഴം നൽകിയിട്ട് വിശപ്പ് കറ്റുന്നുണ്ടാവും. അത്രയും വലിയ, നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിലേക്ക് ഒരു ചെറിയൊരു ഉണങ്ങിയ മാങ്ങന്റെ അണ്ടിനാക്കാൻ പടച്ചോന് പറ്റൂന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇൻഷാല്ല വണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്, ഇൻഷാല്ല അങ്ങനത്തെ ഒരു വലിയ മരമായിട്ട് നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലേക്ക് ആ പടച്ചവന്റെ ആ വിത്തിലേക്ക് ഇറങ്ങിയ പോലെയുള്ള ആ പ്രകാശം അങ്ങോട്ട് കടന്നു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഒരു വളരാനുണ്ട്. കാരണം നമ്മളല്ല വളരുന്നത്, ഞാനാണ് വളരുന്നതെന്ന് ചിന്തിക്കുന്ന സമയത്താണ് പ്രശ്നമൊക്കെ വരുന്നത്. ഞാനല്ല വളരുന്നത്, എൻ്റെ ഉള്ളിലെ പ്രകാശമാണ് വളരുന്നത്. ആ പ്രകാശം കാരണം നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വളർന്നു വരുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ പോലും അറിയാതെ നമ്മൾ പലർക്കും ഒരു താങ്ങായി മാറും, തണലായി മാറും, നമ്മൾ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന മനുഷ്യന്മാരായി മാറും. നമ്മൾ അങ്ങനെ അങ്ങനെ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ നമ്മളെ പടച്ചോൻ അങ്ങ് വളർത്തും. ആരോ അൺമ്യൂട്ട് ആയിപ്പോയി. അപ്പോ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ വളർന്ന് പന്തലിച്ചൊരു വലിയ മരമായിട്ട് മാറാനുള്ള ഒറ്റൊരു കാര്യം മാത്രമല്ല, എന്താണ്? ആ വെളിച്ചത്തെ ഹൃദയത്തിലേക്ക് അങ്ങ് കടത്തി വിട്ടത് മാത്രമാണ് അതിന്റെ ഭാഗം. ഇതേപോലെ നമ്മൾക്കുള്ളിലെയും നമ്മളുടെ കല്ലെന്ന നമ്മളുടെ കല്ലിന്റെ ഉള്ളിലെ നമ്മളെന്ന ശില്പത്തെ കണ്ടെത്താനും നമ്മളെന്ന വളർന്ന് പന്തലിച്ച മരത്തെ കൊണ്ടുവരാനൊക്കെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ ഉള്ളിലുള്ള വെളിച്ചത്തിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല. ആ വെളിച്ചത്തിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ആ വെളിച്ചത്തിലേക്ക് നമ്മളുടെ ഹൃദയത്തിലെ ആ ആ നമ്മളുടെ ആ ഞാൻ പറഞ്ഞല്ലോ അത്രയും വളർച്ചയിലേക്ക് നമ്മളുടെ എല്ലാ കാര്യങ്ങളും എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മള് എന്താ ഈ പൊടി പിടിച്ച് കിടക്കുന്ന നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒട്ടുമിക്ക ആൾക്കാരുടെയും പൊടി പിടിച്ച് കിടക്കുന്ന കണ്ണാടി പോലെ ആയിരിക്കും. പൊടി പിടിച്ച് കിടക്കുന്ന കണ്ണാടിയിലേക്ക് നോക്കി ഒന്നും നമുക്ക് ഒരു 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 വെളിച്ചം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ ഉള്ളിലെ ആവശ്യമില്ലാത്ത ചളി പൊടി, ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലെയും നമ്മൾ ഇതുവരെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചളിയും പൊടിയും ആവശ്യമില്ലാത്ത ചിന്തകളും നമ്മളെ പറ്റിയുള്ള നെഗറ്റീവ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, എനിക്കത് കഴിവില്ല, എനിക്ക് കാണാൻ ഭംഗിയില്ല, എനിക്ക് ഹൈറ്റ് ഇല്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് സംസാരിക്കാൻ കഴിവില്ല, അതില്ല ഇതില്ല, എനിക്ക് നല്ല രീതിയിൽ എഴുതാൻ അറിയില്ല, എന്തൊക്കെയോ പാടാൻ അറിയാം. അവർ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. നമ്മളിങ്ങനെ ഈ എന്താ സോഷ്യൽ മീഡിയ ഇങ്ങനെ കണ്ട് 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 മറ്റുള്ളവർ അടിപൊളി നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ എന്താ സംഭവം? നമ്മൾ കമ്പാരിസൺ തോട്ടുകൾ വരുന്നതും ഈ പോലെ ഇപ്പം പറഞ്ഞ പോലെയുള്ള നമ്മളുടെ കണ്ണാടിയിലുള്ള പൊടിയാണ്. നമ്മളെ കണ്ണാടിയിൽ പൊടി നിറഞ്ഞ് കിടക്കുകയാണെങ്കിൽ നമ്മളുടെ ചിത്രം, നമ്മൾ എന്ന സ്പെഷ്യൽ ബ്യൂട്ടി പടച്ചവന്റെ സൃഷ്ടിപ്പാണ്. നമ്മൾ ഓരോരുത്തരും പടച്ചവന്റെ സ്പെഷ്യൽ ക്രിയേഷൻസ് ആണ്. മനുഷ്യന്മാരാണ് പടച്ചവൻ ഏറ്റവും മൂല്യമായിട്ടുള്ള ഒരു ക്രിയേഷൻ ആയിട്ട് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? അതിന്റെ ഒറ്റ ഒരു കാരണം മാത്രമേ ഉള്ളൂ. മനുഷ്യന്മാർക്കാണ് മറ്റുള്ള ജീവജാലങ്ങളെക്കാൾ കൂടുതൽ കാര്യകാരണങ്ങളോട് കൂടി ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തത്. മറ്റുള്ള ജീവജാലങ്ങൾക്കും ഉണ്ട്, എന്തൊക്കെ ഭക്ഷണം തേടാനും കിടന്നുറങ്ങാനും പ്രത്യുൽപാദനം നടത്താനൊക്കെയുള്ള കഴിവുകൾ മറ്റുള്ള ജീവജാലങ്ങൾ. പക്ഷെ കാര്യകാരണങ്ങളോട് കൂടി ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യന്മാർക്ക് മാത്രമാണ് കൊടുത്തത്. ആ മനുഷ്യന്മാരാണ് എന്ത് ചെയ്യുന്നത്? കാര്യകാരണങ്ങളോട് കൂടി ചിന്തിക്കുന്ന എന്ത് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്? നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ആ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ലൈഫിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ ലൈഫിൽ കാണാതെ ഇപ്പൊ ശരിക്കും കണ്ട നമ്മളുടെ ഹൃദയത്തിൽ ഇങ്ങനെ കരി പുരണ്ട് കിടക്കുകയാണ്. ഈ കറ അല്ലേ, കറ എന്ന് പറഞ്ഞാൽ നമ്മളെ
ടാറ് പോലെ കറുത്ത് കിടക്കുകയാണ്. പല ചിന്തകളും, പല കമ്പാരിസൺ തോട്ട്സും, സ്വയത്തെ പറ്റിയുള്ള മോശമായിട്ടുള്ള ചിന്തകളും. ലൈഫിൽ നിന്ന് ഇപ്പം നമ്മൾ സ്വന്തം ഉണ്ടാക്കിയായിരിക്കില്ല, പേരൻസിൽ നിന്നോ നമ്മുടെ കുടുംബക്കാരിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ പലതിൽ നിന്നും നമുക്ക് അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കരി പുരണ്ട് കിടക്കുന്നുണ്ട്. ആ കരി മെല്ലെ 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 ഫോർഗീവ്നെസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ഥിരമായിട്ട് നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ ചെയ്ത് അൺകണ്ടീഷണലി മനുഷ്യന്മാരെ സ്നേഹിക്കാനൊക്കെ തുടങ്ങി. നല്ല മനസ്സിനെ ഒന്ന് കാമാക്കാൻ വേണ്ടിയിട്ട് അഫർമേഷനും വിഷ്വലൈസേഷനും മെഡിറ്റേഷൻ പോലുള്ള പ്രാക്ടീസസും ഒക്കെ മെല്ലെ മെല്ലെ തുടങ്ങി നമ്മളെ തന്നെ ഇങ്ങനെ പ്രോഗ്രാം മാറ്റി ചെയ്ത് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ പോലും അറിയാത്ത ആ ചെറിയ ഉണങ്ങിക്കിടക്കണ ആ വിത്തിൽ നിന്ന് ഇങ്ങനെ എന്ത് രസമായി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ആ മണ്ണിൽ നിന്ന് ഇങ്ങനെ ചെറിയ മൊട്ടിങ്ങനെ പൊന്തി വരുന്നത്, പിന്നെ അതിങ്ങനെ വളർന്ന് 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 ഇങ്ങനെ പോകണം, ഓരോ ദിവസം തോറും വളർന്ന് വളർന്ന് ആ രീതിയിലുള്ള ആ വളർച്ചയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്താൻ പറ്റട്ടെ. അതിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. അപ്പം ഇങ്ങനെ ഒരു നല്ലൊരു നീയത്തോട് കൂടിയിട്ട് മറ്റുള്ളവരുടെ ഉള്ളിലുള്ള ആ വെളിച്ചത്തെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്ന രീതിയിലുള്ള, നമ്മളുടെ കൊണ്ടുവരുന്ന പോലെ തന്നെ മറ്റുള്ളവരുടെ ഉള്ളിലെ വെളിച്ചത്തെയും പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്ന രീതിയിൽ വളർച്ചയിലേക്ക്, പടച്ചവനിലേക്കുള്ള ചിന്തയോട് കൂടിയിട്ടുള്ള വളർച്ചയിലേക്ക് എത്തിക്കാൻ പറ്റാൻ, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു നീയത്തോട് കൂടിയിട്ട്, നല്ല പ്രാർത്ഥനയോട് കൂടിയിട്ട്, തമ്മിൽ തമ്മിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു ഇന്റൻഷനോട് കൂടിയിട്ട് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഈ ടോപ്പിക്കിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനോ? ഞാൻ ഒറ്റ മിനിറ്റ്, എല്ലാവരും കൂടെ സംസാരിച്ചാൽ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കേണ്ടെന്ന് ആൻഡ്രൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഹലോ പാർട്ടിസിപ്പൻസ് ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ സംസാരിച്ചോളി, എല്ലാവരും കൂടെ സംസാരിക്കാണ്ടിരുന്നാൽ മതി. എന്തെങ്കിലും ഇതിലേക്ക് ഈ ടോപ്പിക്കിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അറിയിക്കാം, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാം. ഇതൊക്കെയാണ് കേട്ടോ. ആദ്യമായിട്ട് ആരാ വരുന്നത്? സത്യൻ സാർ. സത്യൻ സാർ ഇപ്പൊ ജോയിൻ ചെയ്തതാണോ അല്ലെ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല സാർ, ഇപ്പം ജോയിൻ ചെയ്ത. ഓക്കെ ഓക്കെ ഇപ്പൊ വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാണ്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല സാർ, കുഴപ്പമില്ല സാർ, താങ്ക് യു. Yes. വേറെ ആർക്കാണ് എന്താണ് സംസാരിക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ദിയ മാം പറഞ്ഞോളൂ. മാഷാഅല്ലാ, ഭയങ്കര അടിപൊളി സെക്ഷൻ ആയിരുന്നു. ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുമല്ലോ നമുക്ക് എന്തെങ്കിലും കേട്ടാ. അതേപോലെ ഭയങ്കര പുതിയൊരു പ്രതീക്ഷ അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്നൊക്കെ ഒരു തോന്നല്. താങ്ക് യു മാം, താങ്ക് യു. സന്തോഷം. ആ പ്രകാശങ്ങൾ പുറത്ത് വരട്ടെ, ബാക്കിയുള്ളവർക്കും പുറത്ത് വരാൻ സഹായിക്കാൻ പറ്റട്ടെ ഇൻഷാ അല്ലാ. താങ്ക് യു മാം. അടുത്തത് അഫീഫ മാം പറഞ്ഞോളൂ. അൽഹംദുലില്ലാ, നല്ല ക്ലാസ് ആയിരുന്നു. ഇന്ന് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇന്നലെ എന്തൊക്കെയോ ആയിരുന്നു ക്ലാസ്, ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഇന്നലെ. ഇതിന്റെ റെക്കോർഡിംഗ് എടുത്ത് കാണണേ മാം, ഞാൻ അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. താങ്ക് യു മാം, താങ്ക് യു. അടുത്തത് ഫിദ മാം പറഞ്ഞോളൂ. വലൈക്കും അസ്സലാം മാം. മാം കുറച്ചൊന്ന് വോയിസ് കൂട്ടി പറയാൻ പറ്റുമോ മാം? സൗണ്ട് കുറവാണോ ഫോണില്? ഹലോ. ഇപ്പൊ കേൾക്കണ്ടേ? ഇപ്പൊ പറഞ്ഞോളൂ. കേൾക്കണ്ടോ? പറഞ്ഞോളൂ. ഇപ്പോഴോ? കേൾക്കണ്ട മാം. ഞാനിത് ഇപ്പൊ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ടൈം ആണ് അറ്റൻഡ് ചെയ്യുന്നത്. എന്താണ് സംഭവം ഇത്? എന്താണെന്ന് മനസ്സിലായില്ല. എന്താണെന്ന് മനസ്സിലായില്ല. എല്ലാ വീക്കിലും നടക്കുന്ന ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താണ്. അതെ മാം, എല്ലാ വീക്കിലും നടക്കുന്ന ഫ്രീ സെഷൻ ആണ് ഇത്. അല്ല, 94 ആഴ്ചകളായിട്ട് നടക്കുന്ന ഒരു ഫ്രീ സെഷൻ ആണ്. ഇപ്പം ഞാനും സെഷൻ എടുക്കാറുണ്ട്, അതിന്റെ കൂടെ നമ്മുടെ ടീം, നമ്മുടെ സ്റ്റുഡൻസും ഒക്കെ സെഷൻസ് എടുക്കാറുണ്ട്. അങ്ങനെ ഏതായാലും മാം ജോയിൻ ചെയ്തതിൽ സന്തോഷം, താങ്ക് യു. ഏതായാലും അടുത്ത ശനിയാഴ്ചയും ഇതേപോലെ 8:30 പ്രോഗ്രാം നടക്കുന്നുണ്ട് മാം. മാമിന് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഇൻഷാ അല്ലാ.
ഇത് ഓക്കെ എനിക്ക് തോന്നുന്നു ഗ്രോത്ത് എക്സിൽ എൻക്വയറി വന്ന എല്ലാവർക്കും ഒന്ന് ലിങ്ക് പോയിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിന്റെ. ഓക്കെ അങ്ങനെ ജോയിൻ ആ ആയതായിരിക്കും. ഓക്കെ അതാണ് ഓക്കെ ഒരു കൺഫ്യൂഷൻ വന്നത്. ഓക്കെ ഓക്കെ. ഏതായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. മിസ്ന എന്നാണ് പേര്, നമ്മുടെ ടീം ലീഡറാണ്. താങ്ക് യു ഫിദ മാം ഫോർ ജോയിനിങ്. റെക്കോർഡിംഗ് ഞാൻ ഗ്രോത്ത് റെക്കോർഡിംഗ് ഉണ്ടാവും എക്സിലുണ്ട്. കേട്ടോ. റെക്കോർഡിംഗ് ഓക്കെ ഓക്കെ ഓക്കെ. എന്ന് ആദ്യം മാം ഗ്രോക്സിൽ അല്ലെങ്കിൽ ഇപ്പൊ ജോയിൻ ചെയ്താ? അല്ല, ഇപ്പൊ നടക്കുന്ന ബാച്ചില്ലേ ഗ്രോത്ത് എക്സ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഇതില്. ഓക്കെ. അല്ല ഇപ്പം കഴിഞ്ഞ 4 സെഷനിലും ഉണ്ടായിരുന്നോ? 4 സെഷനിലുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഇത് ഫ്രീ ആയിട്ടുള്ള സെഷനാണ് മാം, മറ്റേ പെയ്ഡ് ആ അല്ല. ഫ്രീ ആയിട്ട് എല്ലാ വീക്കിലും നമ്മളൊരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആ ആ കൊടുക്കണതാണ്. ഓക്കെ. താങ്ക് യു മാം, താങ്ക് യു. ഏതായാലും അടുത്ത ആഴ്ചയും കയറിയിട്ടോ ഇൻഷാല്ല, പറ്റെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ. അടുത്തത് മുനീറ മാം പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഞാന് സലാം. അഫ്സൽ സാറിന്റെ സെഷൻ ആയതുകൊണ്ട് ഇന്റൻഷനിൽ കയറിയതാണ്. പിന്നെ സാധാരണ സമയം ഉണ്ടല്ലോ, ഫ്രൈഡേ തന്നെ ഞാൻ ടൈം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇരിക്കുന്നതാണ്. അൽഹംദുലില്ലാ, ഞാന് ഈ പറഞ്ഞതുപോലെ GC അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇതിലുള്ളവർക്കൊന്ന് എന്തെങ്കിലും ഒരു സംഗതി കിട്ടിയാലോ വെച്ചിട്ടാണ് ഫീഡ്ബാക്ക് ഇത് പറയാന്ന് വിചാരിച്ചത്. സാറ് പറഞ്ഞ സംഗതികളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതിന്റെ റിസൾട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഒരു ആള് എന്നുള്ള നിലയിൽ പറയാണ്. ഞാന് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാറ് പറഞ്ഞതുപോലെ ഫുള്ളി ഫോർഗീവ് ചെയ്ത് കൊടുത്ത് പ്യുവർ ആയിട്ട്, ഇപ്പം ഖുറാനിൽ പറയുന്നുണ്ടല്ലോ, ഈ നഫ്സി വമാ സവ്വാഹ, സൂറ ശംസിലാന്ന് തോന്നുന്നു, ഇങ്ങനെ ശംസി വലുഹാഹ പറഞ്ഞിട്ട് നമ്മുടെ ശരീരവും ആത്മാവൊക്കെ സൃഷ്ടിച്ചിട്ട് അതില് നല്ലതും ചീത്തയൊക്കെ തോന്നിച്ചു. എന്നിട്ട് പഠിച്ചോൻ പറയുന്നുണ്ട് ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്ന് പറയുന്നത്. അതിനെ പ്യൂരിഫൈ ചെയ്തവര് വിജയിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിക്കും റിയലി എക്സ്പീരിയൻസ് ചെയ്തിട്ട്, ഇങ്ങനെ പ്രയാസപ്പെടുത്തിയവരോടൊക്കെ ഫോർഗീവ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല, എപ്പോഴും ഇങ്ങനെ ഭയങ്കര പ്ലസന്റ് ആയിട്ട് ഫ്രീ, എപ്പോഴും ഇങ്ങനെ പീസ്ഫുൾ ആയി അങ്ങനെ ലൈഫ് മുന്നോട്ട് പോയി. ഞാൻ ആഗ്രഹിച്ചതിന്റെ മേലെയുള്ള കുറെ സംഗതികൾ ലൈഫിലേക്ക് ഇങ്ങനെ അറിയാണ്ട്, സാർ പറഞ്ഞ അതേ രീതിയിൽ അറിയാണ്ട് കുറെ സംഗതികൾ ഇങ്ങനെ ലൈഫിൽ വന്നുകൊണ്ടേയിരുന്നു. ഇടയ്ക്കൊന്ന് ഞാൻ ഇങ്ങനെ ഡൗൺ ആയി, പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോ കുറച്ച് മെന്റലിയും ഡൗൺ ആയി. ഈ പ്രാക്ടീസ് ചെയ്യൽ ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ അങ്ങനെ പ്രാക്ടീസ് കുറഞ്ഞു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നാളെ സ്കൂളിൽ, ഞാനൊരു സ്കൂളിൽ പ്രീ സ്കൂളിൽ പ്രിൻസിപ്പൽ ആയിട്ട് വർക്ക് ചെയ്യാന്ന്. അപ്പം അവിടെ കൊളീഗ്സിന്റെ ഇടയിൽ ചെറിയ ഇഷ്യൂ ഉണ്ടായപ്പം എനിക്ക് അങ്ങനെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. എനിക്കത് ഞാൻ ഈ ആക്ടിവിറ്റി ചെയ്യൽ കുറവായതുകൊണ്ട്, ജേർണലിംഗ് ഒക്കെ നിർത്തിയത് കൊണ്ടായിരിക്കും ഞാൻ ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് പോയി. ആ സമയത്ത് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഗ്രോത്തെക്സിന്റെ ഇത് വരുന്നത്. എനിക്ക് ഇഷ്ടമില്ല, ഡൗൺ ആവുന്ന ഇഷ്ടമില്ല. അപ്പൊ ഞാൻ ബാക്കോട്ടേക്ക് പോകുന്ന പോലെ എനിക്കൊരു ഫീൽ ആയി. ഞാൻ ഇങ്ങനെ മേലോട്ടേക്ക് പോയിട്ട് ഞാൻ അതിൽ നിന്ന് താഴേക്ക് പോകുന്നുണ്ടെന്ന് ഒരു ഫീൽ വന്ന സമയത്താണ് ഗ്രോത്തെക്സിന്റെ ആഡ് കണ്ടത്. അത് അഫ്സൽ സാറിന്റെ പിന്നെ കുറെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിക്കും പഠിച്ചോന് കണക്ഷൻ വരുന്നുണ്ട്. ഞാൻ ഈ റീസ്റ്റാർട്ട് ചെയ്തു, നിർത്തിവെച്ചതൊക്കെ റീസ്റ്റാർട്ട് ചെയ്തു, ഫോർഗിവ്നെസ് ജേർണലിങ്ങും ഒക്കെ റീസ്റ്റാർട്ട് ചെയ്തു. ഇന്റൻഷനലി ഇങ്ങനെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഓരോ കാര്യത്തിനും ശുക്ർ പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആളെ ഇടയ്ക്കൊന്ന് അതിൽ ചെറിയൊരു വീഴ്ച വരുത്തിയപ്പം ശുക്ർ ചെയ്യല്, അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ടിരിക്കല് ചെറിയൊരു വീഴ്ച വന്നപ്പോഴാണ് ഡൗൺ ആയെന്ന് മനസ്സിലാക്കി റീസ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഈ ഒരു ഗ്രോത്തെക്സിന്റെ കണക്ഷൻ വന്നത്. അപ്പോ ഇൻഷാ അല്ലാ എനിക്ക് ഇതിലുള്ളവരോട് പറയാനുള്ളത്, നിങ്ങള് ഇതിൽ ഇങ്ങനെ ഈ ടീമിന്റെ കൂടെ, അഫ്സൽ സാറിന്റെ കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ നമുക്ക് ഉണ്ടാവുമല്ലോ ഒരു ഗൈഡൻസ്. എപ്പോഴും നമുക്ക് നല്ലതാണ്. നമ്മൾ എത്ര അവെയർ ആയാലും, നമ്മൾ എത്ര കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതായാലും, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഫ്സൽ സാറിനെ പോലെ തന്നെ ഇതിന്റെ പുറകെ നടക്കുന്ന ഒരാളാണ്. ഇതിന്റെ ഏതൊക്കെ ഏരിയയിൽ പഠനങ്ങൾ നടത്താം, ഇതിന്റെ പുറകെ തന്നെയാണ്. എന്നാൽ പോലും നമുക്കൊരു ഗൈഡൻസ് ആവശ്യമാണ്. പഠിച്ചോനെ ഒരാളെ നമുക്ക് കണക്ട് ചെയ്ത് തരും. അപ്പൊ ഇൻഷാ അല്ലാ നമുക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്യണം. സാറ് പറഞ്ഞ പോലെ ഹിയർ ആഫ്റ്റർ ഓൾസോ നമുക്ക് വി ഹാവ് ടു ബി സക്സസ്ഫുൾ ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ ഓൾസോ. അവിടെയും നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച് അഫ്സൽ സാർ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. മീറ മാം ഒക്കെ കുറേ കാലങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. മാഷാ താങ്ക് യു മാം, താങ്ക് യു ഫോർ ഷെയറിംഗ് എക്സ്പീരിയൻസ്. അടുത്തത് ഫസ്ലിൻ മാം.
ഇത് ഒരു ഐഫോൺ എന്ന് പറഞ്ഞ ഒരാളെ കാണുന്നുണ്ട്. ആളുടെ പേരെന്തായിരുന്നു? ഫസ്ലിൻ മാം പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അഫ്സൽ സാറ് തവക്കുലിന്റെ പവറിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. അപ്പോ എന്റെ ഹസ്ബൻഡിനും ഈ ഈ ഒരു ഭയങ്കരമായിട്ടൊരു ക്രൈസിസ് വന്നു. എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ക്രൈസിസ് വന്നു. അപ്പോ ഈ തവക്കുലിന്റെ പവർ ഞാൻ വളരെ അടുത്ത് കണ്ട ഒരാളാണ്. എന്താണ് തവക്കുലിന്റെ പവർ? ആ തവക്കുൽ അത് കാരണം എന്റെ ഹസ്ബൻഡ് നല്ലതായി ഇവോൾവ് ആയി. എന്നുവെച്ചാല് നല്ല മനുഷ്യൻ തന്നെ ആയിരുന്നു. പക്ഷെ നന്നായി ഇവോൾവ് ആയി. നല്ലൊരു ഇവോൾവ്. അത് അവർക്ക് മനസ്സിലാവുന്നില്ല, ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലായി. എനിക്കും മക്കൾക്കും ആ വ്യത്യാസം മനസ്സിലാവുന്നു. അത് കാരണമാണ് എനിക്ക് വന്ന വ്യത്യാസം. ഞാൻ ഗ്രോത്ത് എക്സിൽ വരാനുള്ള കാരണമൊക്കെ അതാണ്. അങ്ങനെയാണ്. അല്ലാണ്ട് എനിക്ക് വന്ന ക്രൈസിസ് അല്ല, എന്റെ ഹസ്ബൻഡ് ത്രൂ വന്ന ക്രൈസിസിൽ. അപ്പൊ തവക്കുലിന്റെ പവർ നല്ലോണം മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. താങ്ക്സ് ടു ഗ്രോത്ത് എക്സ്. ഇപ്പൊ മുനീറ മാം പറഞ്ഞ പോലെ എപ്പോ ഒന്ന് ഓർമ്മിപ്പിക്കാനും, ജസ്റ്റ് സാറിന്റെ സ്റ്റാറ്റസ് കാണുമെന്നെ ഇന്ന് നെഗറ്റീവ് പോകാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെ വരും തലയില്, നെഗറ്റീവ് പോകാൻ പാടില്ല അങ്ങനെയൊക്കെ. പിന്നെ സാർ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ബി ലൈക്ക് എ ചൈൽഡ്. അപ്പോ ഇപ്പൊ എന്റെ മോൻ, ചെറിയ മോന്, വലുതല്ല, ചെറിയ മോനിക്ക് എന്തെങ്കിലും അസുഖം വന്നാല് ഞാൻ അതൊക്കെ വെറുതെ കരിഞ്ചീരകവും ഹണി ഇട്ടിട്ട് കൊടുത്തിട്ട് വരും. ഇതാ അല്ല ഇപ്പൊ എന്റെ അസുഖം എല്ലാം മാറും. അപ്പൊ പറഞ്ഞ നടക്കും ചെയ്യും. എന്റെ അസുഖം ഇപ്പൊ മാറും, അള്ള ഇപ്പൊ റെഡിയാക്കും. അങ്ങനെ തന്നെ ചെറിയൊരു ഇതില് മറ്റേ മക്കൾക്കല്ലേ, ഓനിക്ക് മാത്രം ആ ചെറിയ വിൻഡോയിലും ഓന്റെ അസുഖം മാറും. അപ്പൊ ഓന്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, കുട്ടികളെ പോലെയുള്ള മനസ്സ് എന്ന് വേണമെന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് അത് ഓർമ്മ വന്നിട്ടോ, സാറും അത് പറഞ്ഞേരും, അത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ സംസാരിക്കുന്നത് എന്റെ സംസാരം ഇമ്പ്രൂവ് ചെയ്യാനും കൂടി അതുകൊണ്ട് സത്യം. വെറുതെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വെറുതെ അങ്ങ് വർത്താനം പറയാണ്, ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട്. അല്ല, അത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ മാം. ഇങ്ങനെയാണ് നമുക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ആവുക. ഞാനൊക്കെ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 2022 അറ്റൻഡ് ചെയ്ത ഗൈഡഡ് കോഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഫീഡ്ബാക്ക് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മെല്ലെ മെല്ലെ ഞാൻ ഫ്രീ സെഷനിലൊക്കെ കയറി, പല ഫ്രീ സെഷനിലും കയറിയിട്ട് അത് കറക്റ്റ് കേട്ടിട്ട് ഞാനൊരു ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി ഞാൻ ഹാൻഡ് റൈസ് ചെയ്യും. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു നോക്കും. അപ്പോൾ കുറച്ച് ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കാനുള്ള ഒരു ഇത് കിട്ടല്ലേ. അപ്പൊ അത് പറഞ്ഞ് മെല്ലെ നമ്മളെ കോൺഫിഡൻസ്, പിന്നെ നമുക്ക് ആ പേടി അങ്ങോട്ട് പോകും. പിന്നെ അറിയാതെ നമ്മൾ ആ കേൾക്കുന്ന ക്ലാസ്സുകളിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിക്കൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ പിന്നെ ഭയങ്കര രസമായിട്ട് മാറും. പുതിയ പ്രോഗ്രാം ചെയ്യുന്നതും പുതിയ ആളുകളെ കണക്ട് ചെയ്യുന്നതും ഒക്കെ എല്ലാത്തിലും നമ്മൾക്ക് അതിൽ നിന്ന് എന്താണ് പടച്ചവനുമായിട്ട് അടുക്കാൻ എന്താണ്. ഇപ്പം ഇങ്ങനത്തെ ആളുകളുടെ ക്ലാസ്, മാക്സിമം ആളുകളുടെ ക്ലാസ് കൊണ്ടുവരുമ്പോൾ അതിലൊക്കെ ഒരു ചെറിയൊരു സ്പിരിച്വൽ കണക്ഷനും കൂടെ ഉണ്ടാവും. ആ ഒരു രീതിയിലാണ് കഴിയുന്നത് മാക്സിമം കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് ഭയങ്കര ഓരോരുത്തർക്കും ഓരോ മേഖല ആയിരിക്കട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളൊരു സംഭവം എനിക്ക് ഉള്ളതുകൊണ്ടാണ്. സ്പിരിച്വലി ഭയങ്കര ഇഷ്ടമാണ്. പഠിക്കാൻ ഭയങ്കര അറിവുള്ള ആളല്ല, പഠിച്ചു വരുന്നു. അപ്പൊ ഏതായാലും സന്തോഷം വേണം. താങ്ക് യു. പിന്നെ എനിക്കൊരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഇപ്പം ചെറിയൊരു ആക്ടിവിറ്റി ആണ് കേട്ടോ. ഞങ്ങളിപ്പോ കുറച്ചായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വേറൊന്നുമല്ല. ഇപ്പം ഭാര്യാഭർത്തൃ ബന്ധത്തിലൊക്കെ കുറച്ചും കൂടെ ഒരു ബെറ്റർമെന്റ് കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ബന്ധത്തിലെ കുറച്ചും കൂടെ ഒരു ബെറ്റർമെന്റ് കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആഴ്ചയിൽ 1 മണിക്കൂർ ഏതെങ്കിലും ഒരു സമയങ്ങൾ നിശ്ചയിച്ചിട്ട്, ഏതെങ്കിലും ഒരു സമയത്ത് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഒരു കാര്യം ചെയ്യണ്ടെങ്കിൽ ആ ആഴ്ച നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ രണ്ടാളും പറയണേ, ഹസ്ബൻഡ് വൈഫിനോടും 3 നല്ല കാര്യങ്ങൾ പറയാം. എങ്ങനെ ആ ആഴ്ച അവർ ചെയ്തു തന്ന 3 നല്ല കാര്യങ്ങൾ ഭാര്യനോട് ഭർത്താവും പറയണം, ഭർത്താവിനോട് ഭാര്യയും പറയണം. ഇതേപോലെ 2 നെഗറ്റീവ് കാര്യവും പറയണം. നെഗറ്റീവ് മീൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് നെഗറ്റീവായിട്ടല്ല, ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുപോയി. ഇതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, ഫസ്റ്റ് പോയി നെഗറ്റീവ് പറയരുത് കേട്ടോ. ഫസ്റ്റ് പോസിറ്റീവ് പറഞ്ഞിട്ട് നെഗറ്റീവ് പറയണം. 3 നെഗറ്റീവും 2 പോസിറ്റീവും, അല്ല 3 പോസിറ്റീവും 2 നെഗറ്റീവും. നിങ്ങൾ വിചാരിക്കും രണ്ടും നല്ല നെഗറ്റീവ് ഉണ്ടാവുക, നെഗറ്റീവ് ഒരു ബുക്ക് ചെയ്താൽ മാത്രം ഉണ്ടാവും നിങ്ങൾ പറയും. പക്ഷെ എന്താ സംഭവം എന്നറിയോ, അറിയാതെ ആ പോസിറ്റീവിലേക്കും നമ്മൾ നോക്കി തുടങ്ങുന്ന സമയത്ത് അറിയാതെ ആ മനുഷ്യൻ്റെ ഉള്ളിൽ നന്മ ഉണ്ട് നമുക്ക് തോന്നും.
ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, ഏത് ബന്ധങ്ങളായിക്കോട്ടെ. ഞാൻ ഉദ്ദേശിച്ച ഈ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിന്റെ ആ കേസൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ഈ നേരായിട്ടുള്ള കാര്യങ്ങളാണ് പറയണത് കേട്ടോ. അപ്പൊ അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ ഇപ്പൊ ഒന്ന് നടക്കാനൊക്കെ പോവാനൊക്കെ ഉള്ള ഒരു സാഹചര്യം അടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് നടക്കാൻ പോവേ, ചെറിയൊരു സമയം എവിടെയെങ്കിലും ഒന്ന് യാത്ര പോവേ, കാറിൽ യാത്ര ചെയ്യേ, ചെറിയൊരു സമയം കണ്ടെത്തി. ഇപ്പം ഒരേ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു സമയം കണ്ടെത്തിയിട്ട് അത് സംസാരിച്ചാലും മതി. അത് കൊണ്ടുവന്നാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഇവിടെ നന്മ നെഗറ്റീവ് മാത്രം പറയുമ്പോൾ നെഗറ്റീവ് മാത്രം പറയുന്ന ആൾക്കാരെ ആരും അഡ്വൈസ് സ്വീകരിക്കൂല. പോസിറ്റീവും കൂടെ പറയുന്ന ആൾക്കാരാണെങ്കിൽ അവരിൽ നിന്ന് അഡ്വൈസ് സ്വീകരിക്കാൻ ആൾക്കാർക്ക് ഒരു മനസ്സുണ്ടാവും. അതിപ്പോ ടീച്ചർമാരാണെങ്കിൽ പോലും, ഇപ്പം പാരൻസ് ആണെങ്കിലും, ഭർത്താവാണെങ്കിലും, ഭാര്യ ആണെങ്കിലും ഒക്കെ നെഗറ്റീവ് മാത്രം പറയുന്ന ആൾക്കാരെ പൊതുവെ നമ്മൾ അവരുടെ അത് സ്വീകരിക്കൂല, മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് എടുക്കൂല. നല്ലതും പറഞ്ഞിട്ട് നല്ലത് പറയുന്നതിനിടയിൽ ഒരു കറക്ഷൻ കൊണ്ടുവരുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് സ്വീകരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അതായത് താങ്ക് യു മാം, അതോടൊന്ന് ആഡ് ചെയ്തല്ലോ. പിന്നെ അടുത്തത് ഐഫോൺ എന്ന് പറഞ്ഞ ആരായിരുന്നു? ഐഫോൺ പറഞ്ഞോളൂ, നിങ്ങളുടെ പേരെന്താ? ഹായ്, അസ്സലാമു അലൈക്കും. മാമിന്റെ പേരെന്താ? എൻ്റെ പേര് സെൽവ. ഞാൻ എന്താ പേര്? ആദ്യമായിട്ടാണ് സെക്ഷൻ. സെൽവ. സെൽവ. അയാസ്. ഓക്കെ, ഞാൻ റീനെയിം ചെയ്തിട്ടുണ്ട്. പറഞ്ഞോളൂ. ഞാൻ ആദ്യമായിട്ടാണ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് റൈസ് ഹാൻഡ് ചെയ്തതും. ഞാനിങ്ങനെ ഡൗൺ ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പറഞ്ഞോണം, ഗ്രോ ചെയ്ത് മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ല സെക്ഷൻ ആയിരുന്നു, സെഷൻ ഇഷ്ടപ്പെട്ടു. മാം സ്റ്റാർട്ടിംഗ് തൊട്ട് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓക്കെ, സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇനിയും അടുത്ത ആഴ്ചകളിൽ ജോയിൻ ചെയ്യാം. പിന്നെ എല്ലാവരും മാമിന്റെ ഇപ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടിലൂടെ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും അതൊന്നും പറയണമെന്നല്ല, എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഈ മാമിന്റെ ബുദ്ധിമുട്ട് അകറ്റി കൊടുക്കാൻ വേണ്ടി എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. ആരുടെ ദുആ ആണ് പഠിച്ചോൻ സ്വീകരിക്കാന്ന് പറയില്ല. പിന്നെ ഗ്രൂപ്പ് കോൺഷ്യസ്നെസ് എന്നൊരു സംഭവം ഉണ്ട്, ഒരു കൂട്ടപ്രാർത്ഥന എന്നുള്ളൊരു സംഭവം. ഒരുപാട് മോട്ടിവേഷൻ ഒക്കെ കേൾക്കുന്ന ഒരു സെക്കൻഡേ ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഡൗൺ ആവും. അങ്ങനെ എന്താണെന്ന് അറിയില്ല, തീരെ അല്ലല്ല, പക്ഷെ ഇതായി നിങ്ങൾ വരുന്നില്ല. മോട്ടിവേഷൻ ആയിട്ട് കാണാതിരുന്നാൽ മതി. ഇത് മോട്ടിവേഷൻ അല്ല, നമ്മളുടെ എല്ലാ ലൈഫിൽ എല്ലാ മാറ്റങ്ങളും കൊണ്ടുവരാൻ ഒറ്റ ആൾക്കേ കഴിയുള്ളൂ. നമ്മുടെ മനസ്സിന് സമാധാനം നൽകാനും സന്തോഷം നൽകാനും ഒക്കെ പടച്ചോൻ വിചാരിച്ച എല്ലാം എളുപ്പമാണ്. അപ്പൊ അവിടേക്ക് ഏൽപ്പിക്കുക. നിങ്ങൾ മോട്ടിവേഷൻ ഒന്നും ഡിപ്പെൻഡൻസ് കൊടുക്കണ്ട. താങ്ക് യു. ഇനിയും മുന്നോട്ടും ജോയിൻ ചെയ്യുക ഇൻഷാല്ലാ. പിന്നെ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള 94 ആഴ്ചന്റെ സെഷൻസും ഉണ്ട്. അഫ്സൽ മാജിദ് തന്നെയാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. എടുത്ത് വാച്ച് ചെയ്യാട്ടോ. അല്ല, അത് നിങ്ങളോട് മാത്രം പറഞ്ഞതല്ല, എല്ലാവരോടും പറഞ്ഞതാണ് ഇൻഷാല്ലാ. താങ്ക് യു. അടുത്തത് ആഫിയ മാം, പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും. ഞാനും ഇതുപോലെ സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ആരോടും സംസാരിക്കുന്ന ഒരു ടൈപ്പ് അല്ല. മുമ്പേ ചെറുപ്പത്തിലൊക്കെ സംസാരിക്കണം, പിന്നെ ഇടക്ക് ഓരോ പ്രശ്നങ്ങൾ, എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ലൈഫിൽ അനുഭവിച്ചാണ്. അപ്പൊ പക്ഷെ അതിൽ നിന്ന് നമുക്കൊരു പാഠം കിട്ടിയില്ല. ഞാൻ ഇപ്പം പറയും, പഠിച്ചോനെ എന്തിനു പരീക്ഷിക്കുന്നു, ദുആ ചെയ്തിട്ടൊരു കാര്യമില്ല, അങ്ങനെയെല്ലാം പറയും. ഇത് ദുആരിക്കുകയെ ചെയ്യില്ല, നിസ്കാരം കളാക്കിക്കൊണ്ടിരിക്കും, എന്നെ പരീക്ഷിക്കുന്ന പഠിച്ചോന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ലാസ്റ്റ് എന്റെ ലൈഫിൽ കഴിഞ്ഞ വർഷം ഇതേ സമയം തോന്നുന്നു, ഒരു പേഴ്സൺ വന്നു ലൈഫിൽ എല്ലായിട്ട് നിന്ന് പെട്ടെന്ന് ഒരു കാരണമില്ലാണ്ട് ഇറങ്ങിപ്പോയി. അതിനെ പിന്നെയാണ് ശരിക്കും പഠിച്ചവൻ എന്താന്ന് മനസ്സിലായിന്. അങ്ങനെ ഓരോന്നും ഇപ്പം മനസ്സിലായി. ഇങ്ങനെ പറഞ്ഞതൊക്കെ മിറാക്കിൾ സംഭവിക്കുന്നു. പഠിച്ചവന് ശുക്ർ ചെയ്യാൻ തുടങ്ങി, പിന്നെ ഓരോ ചെറിയ കാര്യങ്ങളും ശുക്ർ ചെയ്യാൻ തുടങ്ങി. അതിനെ പിന്നെ എന്തെല്ലോ അത്ഭുതം സംഭവിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ തീരെ കോൺഫിഡന്റ് അല്ല സംസാരിക്കാൻ. ഞാനിപ്പോ ഇങ്ങനെ ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ കാര്യലാണ്, എന്റെ ലൈഫ് മാത്രം എന്തേ ഒരു ചേഞ്ചസ് ഒന്നും ഇല്ലാത്തത്. അന്നേരമാണ് അത്ഭുതം പോലെ ഗ്രോത്ത് എക്സിൽ ചേരാൻ തുടങ്ങിയതും, പിന്നെ നമ്മളെ ചിന്തകളാണ് നമ്മളെ ലൈഫിൽ ഓരോന്നും റിഫ്ലക്റ്റ് ആകുന്നത്. അത് അങ്ങനെ പറഞ്ഞതും അങ്ങനെ ചിന്ത മാറ്റാൻ തുടങ്ങി. ഇപ്പൊ എന്റെ കൂടെ ഇല്ലാളെയും ഞാനിങ്ങനെ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നോണ്ടാണ് അങ്ങനെ ആവുന്നതെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അന്നേരം ഇപ്പം ഇങ്ങനെ പറയില്ല, മോട്ടിവേഷൻ സ്പീക്കർ വന്ന് അങ്ങനെ പറഞ്ഞ് കളിയാക്കലാണ്. അങ്ങനെ ഓരോന്നും ലൈഫിൽ മൊത്തത്തിൽ ചേഞ്ച് വന്ന്
കോൺഫിഡന്റ് ഇല്ലാണ്ട് ആരോടും സംസാരിക്കാൻ ഇങ്ങനെയാ പറയല്. ഓളങ്ങനെയല്ലേ ഒരു മുണ്ടാത്തത്. ഇപ്പം ഞാന് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി, ഓഫീസിലായാലും വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ലൈഫിൽ മാറ്റം വന്നു. എല്ലാരും ചോദിക്കുന്നത് ഇതൊന്നും ഇങ്ങനെ മാറീന്. ഓഫീസ് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു ഗ്രോത്തെക്സിനെ കുറിച്ച് ഓരോരാൾക്കും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അപ്പൊ പറഞ്ഞു നിനക്ക് എന്താ അത്യാവശ്യമുള്ള ഒരു കാര്യമാണിത്. ഞാൻ ഒരുപാട് ആൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ നിങ്ങളെ ചിന്തയാന്ന്, അങ്ങനെയാന്ന്, ഇങ്ങനെയാന്ന്. ഇപ്പം ഉമ്മ ആയാലും ഉപ്പായാലും പറയും നിന്റെ ലൈഫ് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം ഇതിന്റെ ഓരോ ക്ലാസ് എന്ത് നിനക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്തെല്ലാം ക്ലാസ് ഉണ്ട് അതിലെല്ലാം ഞാൻ ജോയിൻ ആക്കാൻ തുടങ്ങി. പിന്നെ എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അത്രയും കോൺഫിഡൻസ് ആയി. ഇപ്പം ഓഫീസിൽ നിന്നായാലും ഇവിടെ കാശ്മീരേക്ക് ഒരു ട്രിപ്പ് കൊണ്ടുപോകണം എന്നില്ല ഒരിതുണ്ട്. പക്ഷെ കൂടെയുള്ള കൊളീഗ്സ് ധൈര്യം ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ധൈര്യത്തോടെ ഇറങ്ങണം, എന്ത് വന്നാലും നേരിടാനുള്ള, റിസ്ക് ടേക്ക് ചെയ്യാനുള്ള ചാലഞ്ചസ് എടുക്കണം, എന്നാൽ മാത്രമേ ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഓരോരാൾക്കും എന്താ പറയല് മോട്ടിവേഷൻ പോലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. കൂടെ ഇല്ലാളെയും കൂടി ധൈര്യപ്പെടുത്താൻ വേണ്ടി തുടങ്ങി. അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ്, അത് പഠിച്ചവന്റെ ഇങ്ങനെ ഒരു അത്ഭുതമായിട്ട് എനിക്ക് ഗ്രോത്തെക്സ് മുമ്പിൽ ഇട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശരി. താങ്ക് യു സോ മച്ച്. ഏതായാലും ആ മാറ്റങ്ങളൊക്കെ എന്താ സംഭവം എന്നറിയാം മാം. നമ്മൾ മാറി വരുന്നത് കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സറൗണ്ടിങ്സിലും മാറ്റങ്ങൾ വരും. നമ്മളുടെ കുടുംബത്തിലായിക്കോട്ടെ, നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, നമ്മളെ ആളുകൾ നോക്കി കാണുന്ന രീതി ആയിക്കോട്ടെ. ആദ്യം ഫുള്ള് നെഗറ്റീവ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് ഇങ്ങനെ പോസിറ്റീവ് എന്താ പറ്റി ഇവളെന്ത് മരുന്നാ പിടിച്ചത് വിചാരിക്കും. ഏതായാലും ആ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ മാമിന് പറ്റട്ടെ. ഏതായാലും താങ്ക് യു. നിങ്ങൾ നല്ല കോൺഫിഡന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. നല്ലൊരു ആ ഒരു പേഴ്സൺ വന്നോണ്ട് മാത്രമാണ് ഇത്രയും അതിന് ഗ്രേറ്റ്ഫുൾ ആണ്. അത് വന്നിട്ട് ഞാൻ ഇപ്പൊ ആ ഒരു പേഴ്സൺ വന്നിട്ടില്ലെങ്കിൽ തീരെ ഇങ്ങനെ ഈ ലെവൽ എത്തൂല. ഓരോ ബ്ലെസ്സിങ് ആണ്. അതാണ് മാം സത്യം പറഞ്ഞാൽ പറയുന്നത്. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലസ് റീസൺ. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാകുന്നു. ആ വിശ്വാസാണ് നല്ലോണം സന്തോഷം വരുത്താ. അള്ളാഹ് തന്നെ നല്ലോണം ഇഷ്ടമുണ്ടല്ല. നോർമലി അൽഹംദുലില്ലാ പറയുന്നതിനെ കാട്ടി പഠിച്ചൊരു പ്രശ്നം വരുമ്പോ കൂടുതൽ അൽഹംദുലില്ലാ പറയാൻ തുടങ്ങി. ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നേ അല്ല. എന്ത് വന്നാലും അത് ഒരു അടിപൊളിയായിട്ട് ഞാൻ പറയും ലൈഫ് ഇപ്പൊ അടിപൊളിയാണ്. ഓരോ ദിവസം അത്രയും അടിപൊളിയായിട്ടാണ് പോകുന്നത്. പ്രശ്നം വന്നാലും നല്ലത് വന്നാലും ഇതെല്ലാം എനിക്ക് പഠിച്ചുകൊണ്ടിരുന്ന അൽഹംദുലില്ലാ ഇല്ല എനിക്ക് ഹൈറുണ്ട് എന്നില്ലെങ്കിൽ ലൈഫ് മുമ്പോട്ട് പോകാൻ തുടങ്ങി പിന്നെ നല്ല രസമുണ്ട്. അല്ല ഇപ്പൊ ഈ പറഞ്ഞതാണ് ശരിക്കുള്ള സമാധാനം എന്ന് പറഞ്ഞ സംഭവം. എന്താ സംഭവം അറിയോ? എന്ത് തന്നെ വന്നാലും ഞമ്മക്കൊരു കുലുക്കമുണ്ടല്ല. മീൻസ് ഏത് പ്രശ്നങ്ങൾ ലൈഫിൽ വന്നാലും എന്തെന്നെ ഇപ്പൊ ആർക്ക് എന്ത് പറ്റിയാലും ഞമ്മക്ക് എന്ത് പറ്റിയാലും ഒക്കെ അൽഹംദുലില്ലാ ഇതിലും പഠിച്ചവൻ എന്തോ നന്മ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോ ഇവിടെ ആയിരിക്കും, ചിലപ്പോ അവിടെ ആയിരിക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ ആക്ഷനും നമ്മൾ ചെയ്യണം കേട്ടോ. അല്ലാണ്ട് നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് അതും അൽഹംദുലില്ലാ ഇതും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞല്ല. അൽഹംദുലില്ലാ എന്ന് പറയാൻ ശരിക്കും നമ്മളുടെ അതിന്റെ സത്ത് അറിയണമെങ്കിൽ നമുക്ക് പടച്ചോൻ തന്നിട്ടുള്ള എല്ലാ കഴിവുകളും എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് കൂടെ ഉറപ്പുവരുത്തണം. എന്നിട്ടും കൂടെ നമ്മൾ അപ്പം മാത്രമേ ശുക്ർ എന്ന് പറയുന്ന സാധനം വാഗൊണ്ട് പറയുന്നതും ചിന്തിക്കുന്നതും മാത്രമല്ല, നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതും കൂടാണ്. കിട്ടിയ കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മളുടെ ഫാമിലി ആയിക്കോട്ടെ, നമ്മളുടെ ആരോഗ്യം ആയിക്കോട്ടെ, നമ്മളുടെ ആരോഗ്യം വേദനിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യൂല. ഗ്രാറ്റിറ്റ്യൂഡുള്ള ആളാണെങ്കിൽ അൽഹംദുലില്ലാ പറയുക മാത്രമല്ല, നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന നമ്മൾ ആവശ്യമില്ലാണ്ട് ഓവർ തിങ്ക് ചെയ്ത് 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 നമ്മളുടെ മനസ്സിനല്ലേ നമ്മൾ വേദനിപ്പിക്കുന്നത്. നല്ലൊരു കാര്യം കിട്ടിയാൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കൂല. പക്ഷെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ഒറ്റ പ്രാവശ്യം ഒരാൾ നമ്മളെ കളിയാക്കിയിട്ടുണ്ടാവും, പക്ഷെ 1000 പ്രാവശ്യം ചിന്തിച്ചിട്ട് നമ്മൾ നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കും. അപ്പൊ അതൊക്കെ ശരിക്ക് നമ്മളുടെ ശരീരത്തിനോടും മനസ്സിനോടും ചെയ്യുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു കേട്ടോ. ഇവിടെ കുറച്ച് ആൾക്കാരോടെ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഞാൻ ഡെയിലി എല്ലാ നിസ്കാരത്തിന് ശേഷവും പ്രാർത്ഥനയ്ക്ക് ശേഷവും ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ കൈവച്ചിട്ട് യാ ഹാദി യാ നൂർ എന്ന് പറയും. പടത്തെ 21 പ്രാവശ്യം. അത് 21 എന്നുള്ള കൗണ്ടൊന്നും വെക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര പറഞ്ഞോളൂ. അത് അത്ര സമയം എടുക്കുന്ന കാര്യമല്ല. ഒരു മിനിറ്റ് തികച്ച് വേണ്ട. ഹൃദയത്തിൽ ഇങ്ങനെ കഴിച്ചിട്ട് പഠിച്ചോന്റെ ഒരു ഗൈഡൻസ് നൂറും എല്ലാ സമയത്തും എനിക്കുണ്ട്
എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൊടുക്കുക. അത് ഇതേപോലെ തന്നെയുള്ള അൽ കവി എന്നുള്ളൊരു പേരുണ്ട്. ഇതൊക്കെ അസ്മാൽ ഹുസ്നയിലുള്ള പേരുകളാട്ടോ. 99 നാമങ്ങളിൽ അതിലുള്ള പേരാണ് ഹാദിം നൂറൊക്കെ. ഇതേപോലെ ഒരു പേരാണ് അൽ കവി എന്ന് പറയും. അൽ കവി എന്ന് പറഞ്ഞാൽ അതിശക്തൻ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ കൂടെ അൽ കവി ഇല്ലേ, ഞാൻ പേടിക്കണം, തല്ലി വലി വരുന്നോട് വെച്ച് കാണാന്നുള്ള ഭയങ്കര കോൺഫിഡൻസ് ആയി. അതാണ് ഉദ്ദേശിച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുമ്പോ അല്ല കേട്ടോ. നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. നമുക്ക് എന്ത് ചെറിയ തെറ്റുകളൊക്കെ പറ്റിക്കോട്ടെ, പറ്റിയാൽ എന്ത്, ആൾക്കാരെന്തെങ്കിലും കളിയാക്കുക, നമ്മളെ പറ്റി മോശമായിട്ട് ചിന്തിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സുണ്ടാവും. ഈ ഉള്ളിൽ ആ ഒരു പവറും കൊണ്ട് വരും നമുക്ക് ഭയങ്കരമായിട്ട്. അൽഹംദുലില്ലാ. അഫീഫ മാം, ഓക്കെ മാം, ലീവ് ചെയ്തോളൂ. അടുത്തത് കാണാൻ ചോളാം. അടുത്തത് ഷംന മാം പറഞ്ഞോളൂ. ആർക്കെങ്കിലും ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലീവ് ചെയ്യാട്ടോ. കേൾക്കുന്നുണ്ടോ? വലൈക്കും സലാം. ഷംന മാം പറഞ്ഞോളി. കേൾക്കുന്നു. സുഖല്ലേ? സെറ്റാണ് അൽഹംദുലില്ലാ. ഹൈറ്. പഠിച്ചവനെ പറ്റി എത്ര പറഞ്ഞാലും മതിയാവൂലല്ലേ? അതെ. കേൾക്കാനൊരു രസമാണ്. ഇവിടെ ഇരിക്കുമ്പോ പല ആൾക്കാരുടെ ലൈഫിലും പല പ്രശ്നങ്ങളാണ് കേൾക്കുമ്പോ ഒരു വിഷമമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. പേഴ്സണലി എന്നെ അറിയാലോ. അപ്പോ ഞാനും ആ ഒരു എൻഡിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. ഇത്രയും പേര് ഇരിക്കുന്നോണ്ടും അറിയാണ്. ഓരോ ആൾക്കാർക്ക് വിഷമം ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫ് എന്ന് പറയാണ്. എനിക്ക് ഒരു ഇതും കൂടി ആഡ് ചെയ്യാനുണ്ട്, ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോ എന്താണ്, എല്ലാം കൈവിട്ട് ലൈഫിൽ നിന്ന് പോയിരുന്ന സമയത്ത് ഞാൻ കുറെ കൂടി പഠിച്ചോണ്ട് അടുത്തതേ ഉള്ളൂ, വെറുത്തിട്ടില്ലേ. വീട്ടില് ഫുള്ള് പരാതിയായിരുന്നു. ഞാൻ നിസ്കാരപ്പായിന്ന് ഇറങ്ങുന്നില്ല, എന്താണ് ദിക്റിൽ മുഴുങ്ങിയിരിക്കുകയാണ്. ഇത്രയും നടത്തിയിട്ട് വീട്ടുകാർക്ക് എന്നെ എന്താണ് മടുപ്പായി തുടങ്ങി. പഠിച്ചവനോട് ഒരു വെറുപ്പും തുടങ്ങി. ഇത്രയും ഓളെ കഷ്ടപ്പെടുത്തിയിട്ടും വീണ്ടും ഞാൻ പഠിച്ചോണ്ട് അടുക്കുന്ന സമയത്തും പഠിച്ചോൻ കാണുന്നില്ലാന്ന്. പക്ഷെ അന്ന് ഞാൻ കരഞ്ഞത് ഇന്ന് എനിക്ക് ഹയറാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം അന്ന് ആ അതിൽ തന്നെ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനിപ്പോ ഇങ്ങനെ നിലയിൽ നിൽക്കൂല, ലൈഫ് എപ്പോഴും പോയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നത്. അപ്പോ എല്ലാത്തും പ്രയാസം വരുമ്പോഴത്തേനും പഠിച്ചോനെ തഹജ്ജുദ് നിസ്കരിക്കുക. ഞാൻ രാത്രി ഉറങ്ങില്ല. 1 ഇയർ കംപ്ലീറ്റ് ഞാൻ ഉറങ്ങാണ്ട് ഇരുന്നിട്ടൊരാളാണ്. രാവും പകലും ലാസ്റ്റ് ഉറക്ക ഗുളിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടായിരുന്നു ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്, എനിക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അത്രത്തോളം കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ സമയത്താണ് തഹജ്ജുദ് തുടങ്ങിയത്. മാഷാ അല്ലാ, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഉറക്കമുണ്ട്, സമാധാനം ഉണ്ട്. ഞാനിപ്പോ സാറിന് അറിയാം, ഫോൺ എടുത്തു. ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചാലല്ല, മനസ്സിലെ ആഗ്രഹം ഒരു 6 മാസമായിട്ട് കൊണ്ടുവന്ന സംഭവമാണ്. പൈസ ഉണ്ടായിരുന്നില്ല, സമയത്ത് കയ്യിൽ പൈസ വന്നു, ഞാൻ എടുത്തു. അൽഹംദുലില്ലാ. ഷംന മാം ഈ അടുത്ത് ഐഫോണൊക്കെ വാങ്ങിയിട്ടുണ്ട്. മാഷാ അല്ലാ. അത് വീഡിയോ കഴിഞ്ഞിട്ട് കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മാം ഒറ്റ കാര്യം ഞാൻ ആഡ് ചെയ്യട്ടെ. അറിയാത്തവരോട് പറയാൻ കേട്ടോ, മാം ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളാണ്. വീൽ ചെയറിലാണ്. ഇപ്പം വീൽ ചെയറിലൊക്കെ ആണെങ്കിൽ പോലും ആൾ സ്വന്തമായി ക്ലാസ് എടുക്കുന്നുണ്ട്, വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇത്രയും തണ്ടും തടിയുള്ള നിങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുത്തിരിക്കുകയാണ്. മാം ഒരു മോട്ടിവേഷനാണ്, നമുക്ക് ഇൻസ്പിറേഷനാണ്. ഞാൻ പറഞ്ഞോളൂ. അതുപോലെ അത് കഴിഞ്ഞിട്ട് എന്താണ്, എൻ്റെ വീട്ടുകാർ ബ്രദറൊക്കെ കളിയാക്കിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും ഒക്കെ റീച്ച് ഉണ്ട്, നീ എന്താണ് നീ ചെയ്യുന്നതെന്ന് റീച്ച് കിട്ടുന്നില്ല, നീ ഈ പണി നിർത്തിക്കോ. ഞാൻ മെന്റലി എന്നെ തളർത്തി എന്ന് പറയാം. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട പണിയാണ്. ഞാൻ പറയും ഞാൻ നിർത്തൂല. എൻ്റെ അക്കൗണ്ടൊക്കെ എനിക്ക് കടമായിട്ട് ചോദിച്ചിട്ടുണ്ടായിനി ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. എനിക്ക് 3K അടിച്ച സമയത്ത് തുണിയുടെ ബിസിനസ് എന്താ തുടങ്ങി ഉണ്ടാക്കണം. ഞാൻ തരൂല. അപ്പൊ പറഞ്ഞു നീ തരണ്ട. ഞാൻ ഇന്ന് 126K വ്യൂ അടിച്ച് 20K അടിച്ച് ഞാൻ കാണിച്ചു കൊടുത്തു. വീഡിയോ ഐഫോൺ എടുത്തിട്ട് ഞാൻ ചെയ്ത വീഡിയോയില് നിഷാദ. അപ്പൊ എന്താണ്, സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി 1 മാസം ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ ഇപ്പൊ തുടങ്ങി. അപ്പൊ എഴുതിക്കൊണ്ട സമയത്ത് എനിക്കൊരു ഇത്രയും വർഷങ്ങൾ സ്ഥലത്ത് ഞാൻ സെപ്പറേറ്റ് സെക്ഷൻസ് എടുത്ത് തുടങ്ങുമ്പോൾ ഇത് ആടേക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോട്ട് ചെയ്ത ഒരു സംഭവമാണ്. അപ്പൊ സാറിന്റെ വിഷയം ഇതായത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഞാൻ എനിക്ക് ഇവിടെ സെക്ഷൻ അടിക്കാൻ അവസരം തരണം കേട്ടോ. ഇൻഷാ അല്ലാ. നിങ്ങൾ നമ്മളൊരു സ്റ്റുഡന്റ് പോലുള്ള നമ്മളൊരു കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ്. സാർ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. അപ്പൊ എന്റെ ഡ്രീം